Namaste. Welcome to this new topic, organization behavior, BPAE 142. BPAE 142 പുതിയ ഒരു ടോപ്പിക്കാണത്. ഓർഗനൈസേഷണൽ ബിഹേവിയർ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മളൊരു ഓർഗനൈസേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഓർഗനൈസേഷൻ ഏതെല്ലാം വിധത്തിൽ ബിഹേവ് ചെയ്യണം, അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ, അക്കാഡമിക് കൗൺസിലറാണ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി റീജിയണൽ ഓഫീസ് കൊച്ചിയിലാണ്. സോ ലിസൺ ടു ദിസ് വെരി കെയർഫുള്ളി. ആൻഡ് ഓർഗനൈസേഷണൽ ബിഹേവിയർ പ്ലേസ് എ വൈറ്റൽ റോൾ. അത് ഓരോന്ന് യൂണിറ്റ് വൈസ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നതാണ്. വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. ഇതില് 4 ബ്ലോക്കാണ്. ബ്ലോക്ക് 1, ഇൻട്രൊഡക്ഷൻ ടു ഇൻഡിജിനസ് പീപ്പിൾ. ബ്ലോക്ക് 2, അണ്ടർസ്റ്റാൻഡിങ് individual behavior. Block 3, organizational behavior, major facets. Block 4, life in organizations and organizational systems. അപ്പോൾ ഇത് സീരിയസ് ആയിട്ട് ഈ ടോപ്പിക് എടുക്കണം. കാരണം ഇത് നോട്ട് ഓൺലി ഇൻ ഇന്ത്യ ഓർ കേരള ഓർ അബ്രോഡ്, എവരിവേർ this topic is relevant. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കേട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന് മാർക്ക് കിട്ടൂ. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. കാരണം മെനി എമിനന്റ് പേഴ്സണാലിറ്റീസ് ഹാവ് ഗിവൺ ഡെഫിനിഷൻസ് ഫോർ ദിസ്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് ഈസി ആയിട്ട് എടുക്കരുത് ഒരു ടോപ്പിക്ക്. വളരെ നമ്മൾ വളരെ അത് ഫോക്കസ് ചെയ്തിട്ട് വേണം സ്കോർ ചെയ്യാൻ ഇല്ല. എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടൂ. അതുകൊണ്ട് ശ്രദ്ധാപൂർവം അത് വായിക്കുക, മനസ്സിലാക്കുക കണ്ടന്റ്സ്. ഓക്കെ, നൗ ഇതില് യൂണിറ്റ് ടോട്ടൽ യൂണിറ്റ് 16 എണ്ണമാണ്. അതില് ബ്ലോക്ക് ഞാൻ ആൾറെഡി പറഞ്ഞു, ടോട്ടൽ യൂണിറ്റ് 16 എണ്ണമാണ്. അപ്പൊ നമ്മള് ഈച്ച് സെഷനിലെ 2 യൂണിറ്റ് കവർ ചെയ്യുന്നതായിരിക്കും. കാരണം 8 ക്ലാസ് ആണല്ലോ ഇവിടെ, 2 16. Okay, so every class, 2 units will cover. Today, unit 1, organizational behavior, meaning features, and silent features, other meaning, organizational behavior and features, organizational behavior and significance, importance, organizational behavior and bureaucracy, theoretical framework of organizational behavior, organization behavior models. ഇതിനെ പറ്റിയാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. ഓർഗനൈസേഷൻസ് ആർ നോട്ട് മിയർ, അതായത് ഒരു ഓർഗനൈസേഷൻ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടോ ബ്രിക്ക് കൊണ്ടോ വാട്ടർ ഇതറിനോ, അല്ലാതെ പിന്നെ കുമ്മായക്കൂട്ട് മോട്ടർ ഒരു ബിൽഡിങ് അല്ല ഓർഗനൈസേഷൻ. അപ്പോ ദ കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ, അത് സെൻസിറ്റീവ് ആണ്. പീപ്പിൾ അവിടെ ദോസ് ആർ വർക്കിംഗ് ദർ, ദേ ആർ ദ റിയൽ അസറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അല്ലാണ്ട് ബ്രിക്ക്, അതായത് പൈസയോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ വേറെ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അല്ല. അവിടുത്തെ പീപ്പിൾ അവരാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് സെൻസിറ്റീവ് ആണത് അവര് ഹാൻഡിൽ ചെയ്യുന്നത്. അത്ര എളുപ്പമല്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഓരോരോ സ്ഥലത്തുനിന്നും ഓരോരോ സ്റ്റൈലിലും ഉള്ള ആളുകളായിരിക്കും. ഡിഫറെന്റ് സ്റ്റേറ്റിൽ നിന്ന്, ഡിഫറെന്റ് റിലീജിയൻ, ഡിഫറെന്റ് കാസ്റ്റ്, ഒരേമാതിരി ആവണമെന്നില്ലല്ലോ. അവര് ഹാൻഡിൽ ചെയ്യുക, പ്രോപ്പറായിട്ട് ടീം സ്പിരിറ്റ് ബിൽഡ് ചെയ്യുക, എന്നാലാണ് ഓർഗനൈസേഷന് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. സോ ആസ് പെർ പീറ്റർ ഡ്രക്കർ, അറിയോ പീറ്റർ ഡ്രക്കർ മഹാനായ മനുഷ്യൻ, ഏകദേശം 39ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് അദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ആണ്. ഹി വാസ് വിസിറ്റിംഗ് പ്രൊഫസർ ഇൻ വേരിയസ് യൂണിവേഴ്സിറ്റീസ്. ആസ്ട്രിയയിലോ സംതിങ് ആണ് ജനിച്ചത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പലയിടത്തും വിസിറ്റിംഗ് പ്രൊഫസർ. ബർത്ത്ഡേ ദിവസമാണ് അദ്ദേഹത്തിന്റെ മരണം. അത് മാത്രമല്ല പ്രാധാന്യം, നമ്മുടെ ബുഷ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അമേരിക്കത്തെ ഏറ്റവും പരമോന്നത സിവിലിയൻ അവാർഡ്, നമ്മുടെ ഭാരതരത്നയിലെ ഇന്ത്യയിലെ,
അതേമാതിരിയുള്ളത് അമേരിക്കൻ സിവിലിയൻ അവാർഡ് മേടിച്ച ആളാണ് പീറ്റർ ഡ്രക്കർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഇത് അയാൾ പറയാണ്, ഓർഗനൈസേഷൻ ഈസ് എബോ, നമ്മുടെ ഇൻഡിവിജ്വൽ അല്ല, നമ്മളല്ല അവിടെ പ്രധാനം, ഓർഗനൈസേഷൻ ആണ് സുപ്രീം. അല്ലാണ്ട് ഇൻഡിവിജ്വൽസ് കൂടുന്നതാണ് ഓർഗനൈസേഷൻ, അത് വാസ്തവം തന്നെ. പക്ഷെ ഇൻഡിവിജ്വൽ നമ്മുടെ സെൽഫിഷ് നമ്മൾ പ്രവർത്തിക്കാനല്ല. ഓർഗനൈസേഷൻ നമ്മൾ ഇന്നുണ്ട് നാളില്ല, പക്ഷെ ഓർഗനൈസേഷൻ അവിടെ തന്നെ നിലകൊള്ളില്ലേ, സ്ഥാപനം അവിടെ തന്നെ നിലകൊള്ളില്ലേ. നമ്മൾ അവിടെ നിന്ന് പോവും, ചിലപ്പോൾ രാജിവെച്ച് പോവും, ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ. പക്ഷേ ഓർഗനൈസേഷൻ is superior to than the individuals. So it is possible organization OB പറഞ്ഞ organizational behavior, ഇനി OB എന്ന് പറയൂ കേട്ടോ, organizational behavior is the study of the ways in which people interact. ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ആളുകൾ പരസ്പരം ജോലി ചെയ്യുന്നത്, ഇന്ററാക്ട് ചെയ്യുന്നത്. It believed that behavior of people in organizational context is different from that exhibited by them in their personal life. ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്, ചില സമയത്ത് ഡിഫറെന്റ് ആണ്. ഓക്കെ, ഓർഗനൈസേഷന്റെ നോംസ് ഉണ്ടോ, റൂൾസ് പ്രകാരം അവിടെ പറയും. വീട്ടിൽ നോംസ് ഉണ്ടോ? അതിൽ 1980s നമ്മൾ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ. നമ്മുടെ ജാപ്പാനീസ് കൾച്ചർ ഓഫ് മാനേജ്മെന്റ്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി സർക്കിൾസ്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, ഇതൊന്നും നമ്മൾ അതുവരെ എന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ globalization, everything everything changed. The world has become very, very, very small now because of the telecom revolution and exchange of various ideas between countries. And the business schools ademari stressed only on the importance of quantitative and other technical aspects of management. But during the 80s, 1980 and 90s, 1990, the environment in which the organization work changed. അപ്പോ പല സ്ഥാപനങ്ങളും അതിൽ വർക്കിംഗ് ഇതൊക്കെ മാറ്റം വരേണ്ടി വന്നു. കാരണം മറ്റുള്ളിടത്തെല്ലാം മാറുമ്പോൾ ഇവിടെ മാറണമല്ലോ. ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. അതുകൊണ്ട് നമ്മുടെ ബിഹേവിയറിനെ പറ്റിയിട്ടും പഠിക്കാൻ, എങ്ങനെയൊക്കെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാം, ഏതെല്ലാം പ്രൊഡക്ടിവിറ്റി നമുക്ക് എങ്ങനെ കൂട്ടാം, ഇതിനൊക്കെ നമ്മളെ സ്റ്റഡി ചെയ്ത് ബിസിനസ് സ്കൂളൊക്കെ നിലവിൽ വന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ടല്ലോ IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, അതേമാതിരി അനവധി മാനേജ്മെന്റ് സ്കൂൾ. നമ്മുടെ കേരളത്തിന് 100ഓളം MBA സ്ഥാപനങ്ങളുണ്ട്, 100ഓളം. അപ്പൊ ഇന്ത്യയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ പക്ഷെ റിപ്പോർട്ടഡ് ആയിട്ടുള്ള ഇത് അപ്പം ഇതൊക്കെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഓർഗനൈസേഷനിൽ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നങ്ങനെ പഠിപ്പിക്കുന്നത്. സോ അൾട്ടിമേറ്റ് എയിം ഈ ഡെവലപ്പ് ഓർഗനൈസേഷണൽ ബിഹേവിയർ as a discipline, maybe to improve the efficiency and the efficacy of the organization, but individual employees also benefit. ഓർഗനൈസേഷൻ വളർന്നാൽ എംപ്ലോയീസിന് വളരാം. ഓർഗനൈസേഷൻ നഷ്ടത്തിലായ എംപ്ലോയീസ് നഷ്ടത്തിലാവും. അപ്പോ ഓർഗനൈസേഷൻ സുപ്രീം, ഞാൻ പറഞ്ഞില്ലേ, ഓർഗനൈസേഷൻ ബിഹേവിയർ തിയറി സീക്ക് ടു മാക്സിമൈസ് ദ ഔട്ട്പുട്ട്. അപ്പോ ഒരു ഇൻഡിവിജ്വലിന് മാക്സിമം എത്ര ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കണം. അല്ലാതെ നമ്മുടെ ഗവൺമെന്റ് ഓഫീസിലോ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മാതിരി ആവരുത്. ജോലി ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ ശമ്പളം കിട്ടുന്നുള്ള ധാരണയിൽ കോർപ്പറേറ്റ് പോയാൽ പിറ്റേ ദിവസം പിരിച്ചുവിടും. ഇപ്പൊ IT കമ്പനികൾക്ക് അറിയില്ല സ്ഥിതി എന്താണെന്ന്. കാരണം ഇപ്പോൾ സോമനി, ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദ നെയിം, എത്രയോ ആയിരക്കണക്കിന് ആളുകൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. ഒന്ന്, അത് അവര് ജോലി ചെയ്യാത്ത ആളുകളല്ല, ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ പോളിസി, മാനേജ്മെന്റ് പോളിസി, ഫിലോസഫി, വാട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലോബൽ ചേഞ്ചസ്, അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അതേമാതിരി നമ്മൾ ഈ ട്രഡീഷണൽ നമ്മളെന്താ ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ സമയം പാസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രൊഡക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ സർവൈവൽ ഈസ് വെരി, വെരി ഡിഫിക്കൾട്ട്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിലായിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഓട്ടോണമസ് ബോഡീസ് ആയിക്കോട്ടെ, ഏതെങ്കിലും പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആയിക്കോട്ടെ, എവിടെയായാലും ശരി, അൺലെസ് യു പ്രൊഡ്യൂസ് the best result, you will not be able to survive. You will not get the increment. You will not get promotion. Increment കിട്ടും, നിയമപ്രകാരമുള്ള ഇത് കിട്ടും. പക്ഷെ പ്രൊമോഷൻ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്, യുവർ കോൺട്രിബ്യൂഷൻ വിൽ ബി മെഷേർഡ്. പണ്ടത്തെ മാതിരി അല്ല എന്ന്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നുണ്ട്, നമ്മൾ PSC സെലക്ഷനോ വേറെ എന്തെങ്കിലും സെലക്ഷനോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വെരി 58 വയസ്സ് വരെ അല്ലെങ്കിൽ 56, 57 എന്തോ പാട്ട് പറയുന്നത്, അത് വരെ നമുക്ക് സുഖം, ആനന്ദം, പരമാനന്ദം പറഞ്ഞിട്ട് അല്ല. കാരണം നിങ്ങളെ അപ്പോയിന്റ് ചെയ്ത് ടാക്സ് പേസിന് കാശാണ്. അതുകൊണ്ട് യു ആർ റെസ്പോൺസിബിൾ ടു ദ സൊസൈറ്റി. ആൻഡ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ ശമ്പളം മേടിക്കുന്നത്
ടാക്സ് പേയുടെ പൈസയാണ്. ഈവൻ ഓരോരുത്തരത് കിട്ടുന്ന എന്ത് വാങ്ങിയാലും ശരി അതിന് ടാക്സ് ഉണ്ട്. ആ ടാക്സ് ഉള്ള ശമ്പളം കൊണ്ട് അതാണ് കിട്ടുന്നത് ഓരോരുത്തർ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സൊസൈറ്റിയിൽ എത്രത്തോളം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി ഹാസ് ടു ഇൻക്രീസ്. സോ ഓർഗനൈസേഷൻ ബിഹേവിയർ നമ്മൾ മാറ്റണം. നിങ്ങളുടെ അരോഗന്റ് ബിഹേവിയറോ അതൊന്നും ഓർഗനൈസേഷനിൽ പറ്റില്ല. ബ്യൂറോക്രാറ്റിക് അപ്രോച്ച് യാതൊന്നും പറ്റില്ല. അപ്പോ അതാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ഓർഗനൈസേഷൻ എന്ത് വേണോ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് വേണോ അത് ഓർഗനൈസേഷൻ ചെയ്യില്ല. നിങ്ങൾ ഇൻഡിസ്പെൻസിബിൾ അല്ല. നിങ്ങളില്ലെങ്കിൽ വേറൊരാള്. അത് മനസ്സിലാക്കുക. അതിന്റെ അർത്ഥം ഇൻഡിവിജ്വൽ ഇല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അതല്ല. പക്ഷെ ഓർഗനൈസേഷൻ ഈസ് സുപ്രീം. ഓർഗനൈസേഷനിൽ എന്തിനാ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഇൻഡിവിജ്വൽ? മനസ്സിലായില്ലേ? സോ എൻ ഓർഗനൈസേഷൻ ഇസ് എ ഗ്രൂപ്പ്. ഒരു ഓർഗനൈസേഷൻ പറഞ്ഞാൽ രണ്ടിലും ഇത് ആളുകളോ വർക്ക് ചെയ്യുന്ന ടുഗദർ. പക്ഷെ കോമൺ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഓർഗനൈസേഷൻ. എന്തിനാണ് ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്ത്? ഇപ്പൊ HMT വാച്ച് ഉണ്ടാക്കാൻ, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രി ടെലികമ്മ്യൂണിക്കേഷൻ, BHEL അതേമാതിരി ഇലക്ട്രിക്കൽ ഇത് ട്രാൻസ്ഫോർമർ ഇത് ഉണ്ടാക്കാൻ. ഓരോന്ന് പർപ്പസ് ഉണ്ട് ഓരോന്നിനെ. അപ്പൊ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യണം നമ്മുടെ ചുമതല. എൻ ഓർഗനൈസേഷൻ ഇസ് സെറ്റ് ടു എക്സിസ്റ്റ് വെൻ പീപ്പിൾ ഇന്ററാക്ട് വിത്ത് വൺ അനദർ. അവിടെ നമ്മളെ ഓരോരുത്തരായിട്ടുള്ള ഇന്ററാക്ഷൻ വളരെ വളരെ എസെൻഷ്യൽ ആണ്. അല്ലാതെ നമ്മൾ സെൽഫിഷ് ആയിട്ട് ജോലി ചെയ്യരുത്. യു ടു എക്സ്റ്റെൻഡ് യു. മനസ്സിലായില്ലേ? Meaning of organizational behavior. Organizational behavior is the study and application of knowledge about how people are within the എങ്ങനെയാണ് ആളുകള് ബിഹേവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഹ്യൂമൻ ടൂൾ ഫോർ ഹ്യൂമൻ ബെനിഫിറ്റ്. ഇത് നിങ്ങളുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രം. നിങ്ങളുടെ ബിഹേവിയർ നിങ്ങളുടെ ബിഹേവിയർ ശരിയല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവോ? ചിലപ്പോൾ നിങ്ങൾക്ക് സസ്പെൻഷൻ കിട്ടും. നിങ്ങൾ ബിഹേവിയർ ഇപ്പോൾ ഒരാളെ സുപ്പീരിയർ എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടില്ല വിചാരിക്കുക. നിങ്ങളുടെ ബിഹേവിയർ അങ്ങനെ വിചാരിക്കുക, കിട്ടും സസ്പെൻഷൻ. So it applies broadly to the behavior of people in all types of organization. ആളുകളുടെ ബിഹേവിയർ ശരിയാണ് എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ പ്രോസ്പെർ ചെയ്യാൻ പറ്റും. ഞാൻ ചെറിയ ഒരു ഉദാഹരണം സഹിതം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, now you see, you go to Tata firm. Many years ago, decades ago, I had an opportunity to work in Tata. Okay, so ബോംബെയിലൊക്കെ ടാറ്റയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇവർ എവിടെ ജോലി ചെയ്യുന്നത്. എന്താ കാരണം? നീറ്റ് ഡ്രസ്, ക്ലീൻ ഷേവ്, പാനോ അല്ലെങ്കിൽ മുറുകലൊന്നും പാടില്ല, സിഗരറ്റ് വലിക്കില്ല, അതേമാതിരി ടൈമിനെത്തും, അതേമാതിരി വർത്തമാനമില്ല, ഓഫീസിൽ ജോലി ചെയ്യും, 5 മണിക്ക് പോവും, ഓരോ ഇതുമില്ല, അങ്ങോട്ടും എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ ഒരു മിനിറ്റ് പോലും കളയില്ല. അതേമാതിരിയുള്ള ബെനിഫിറ്റ് അവർക്കുണ്ട്, അതേമാതിരിയുള്ള പ്രൊഡക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് 100-ലും മീത ഓർഗനൈസേഷനായി പരിണമിച്ചത്. അതുകൊണ്ടാണ് TCS ടാറ്റ കൺസൾട്ടൻസി സർവീസ് 1976 when I was in ബോംബെ 3 പേരുണ്ടായിരുന്നു ടോട്ടൽ. അത് സ്റ്റാർട്ട് ചെയ്യണം സമയത്ത് എയർ ഇന്ത്യ ബിൽഡിംഗ്. ഓക്കെ, ഞാൻ 8ാമത്തെ ഫ്ലോറിലുണ്ടായിരുന്നു. 7ാമത്തെ ഫ്ലോറിൽ TCS സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. 3 പേര് ടോട്ടൽ ഉണ്ടായിരുന്നു. ആ 3 പേരിൽ നിന്ന് 4 ലക്ഷം ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ആണ്. എവിടെ എത്തി? എങ്ങനെ? അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി, മാനേജ്മെന്റ്, എഫിഷ്യന്റ് മാനേജ്മെന്റ്, പ്രോ എംപ്ലോയി വർക്കർ, അതായത് വർക്കറുടെ ഇത് ബെനിഫിറ്റ്, അതേമാതിരി പിന്നെ പല പല നല്ല കാര്യങ്ങളും. അനവധി കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും അവര് നമ്പർ 1 ആയിട്ട് ഇന്ന് നിലകൊള്ളുന്നു. പക്ഷേ അവരെ കൾച്ചർ, ഓർഗനൈസേഷൻ ഫിലോസഫി ഇതൊന്നും മറക്കാതെ അന്നും ഇന്നും വളരെ ശ്രേഷ്ഠമായ, വളരെ വളരെ സുപ്രസിദ്ധ അതായിട്ടുള്ള ബിഹേവിയറോടുകൂടി അവർ നിലകൊള്ളുന്നു. അതിപ്പോൾ നിങ്ങൾ എവിടെ പോയാലും അതെ, TCS പോയാലും ശരി, ആദ്യം നിങ്ങളെ വെൽക്കം ചെയ്യുന്ന എന്താ അറിയോ? TCS എവിടെ നിന്ന് അവർ ഉത്ഭവിച്ചു, ഇന്ന് അവരവിടെ എത്തി, അതിന്റെ ചിത്രമാണ് അവരുടെ ചുമരിൽ കാണിക്കുന്നത്. മനസ്സിലായോ? GRD ടാറ്റ സ്റ്റാർട്ട് ചെയ്ത ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ബോംബെ, TIFR. അവിടെ നിന്ന് മുതൽക്ക ചിത്രങ്ങൾ ആരംഭിക്കുന്നത്. ടാറ്റ കെമിക്കൽ, അങ്ങനെ അറ്റോമിക് എനർജി, സോമനി ടാറ്റ ടെക്സ്റ്റൈൽസ്, അങ്ങനെ ടെലക്കോ, ടിസ്കോ, അങ്ങനെ പോണു. അവസാനം വരണു നമ്മുടെ ഈ എന്താ പറയുക IT ആൻഡ് അത് കഴിഞ്ഞിട്ടും അനവധി അവരെ ഇപ്പോഴും അതെ എയർ ഇന്ത്യ അവർ ഏറ്റെടുത്തു. അങ്ങനെ പലതും അനവധി
സംരംഭങ്ങൾ. പക്ഷെ അവരെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൊഫഷണലി മാനേജ് ആൻഡ് ലോയൽ ആൻഡ് ഡെഡിക്കേറ്റഡ് വർക്കേഴ്സ്. നല്ല സാലറി കൊടുക്കും. അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത്ര ഇതില്ല എന്നെങ്കിൽ അവർക്ക് അവിടെ സ്ഥാനം ഉണ്ടാവില്ല. മനസ്സിലായില്ല? അല്ലെങ്കിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ അല്ലെങ്കിൽ എന്താവും. അങ്ങനെ വരില്ല. കാരണം വെൽ ട്രെയിൻഡ് ആണ്. അവരുടെ ഫിലോസഫി അതാണ്. അവിടെ അവർ വർക്ക് ചെയ്തേ പറ്റൂ. കാരണം എന്താന്ന് അതിന്റെ അർത്ഥം അവരെ ഹരസ് ഒരാളൊന്നും പറയില്ല. ഒരു സൂപ്പർവൈഷൻ യാതൊന്നും, നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യണം. അതിന് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്താ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കൾച്ചർ കേട്ടോ. കൾച്ചർ നമ്മൾ പറയുന്ന സമയത്ത് ഓർഗനൈസേഷൻ കൾച്ചറിന്റെ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ റീസെന്റ് ആയിട്ട് ഒരു കേരളത്തിൽ ഒരു ന്യൂസ് പേപ്പറിൽ കണ്ടു. ഏതോ മലപ്പുറം എവിടെ ഞാൻ പറയുന്നത് ഈ കൾച്ചറിന്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിലൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ. അതായത് ഈ ബിഹേവിയറെ ഓർഗനൈസേഷൻ ബിഹേവിയറിനെ പറ്റിയിട്ടപ്പം ഞാൻ പറയുന്നത്. ഒരു സ്കൂളായാലും അത് ഓർഗനൈസേഷനാണ്, കമ്പനിയിലും ഓർഗനൈസേഷനാണ്, എല്ലാം ഓർഗനൈസേഷനല്ലേ. ചെറിയ കമ്പനിയിലും വലിയ കമ്പനിയിലും. ഇപ്പൊ ഒരു സ്കൂൾ ഓർഗനൈസേഷനല്ലേ ഇത്, ഒരു സ്ഥാപനമല്ലേ ഇത്. അപ്പൊ നോക്കിക്കോളൂ, റീസെന്റ് ആയിട്ട് മലപ്പുറത്ത് ഒരു ടീച്ചർ പിന്നെ ശരിയായുള്ള വസ്ത്രം ധരിച്ചിട്ട് അതേമാതിരി പാൻറ്റീസും ഇട്ടിട്ട് വന്നു. ഓക്കെ. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ഒബ്ജക്റ്റ് ചെയ്തു. അപ്പൊ എന്താ ചോദിച്ചാൽ പ്രിൻസിപ്പൾ ചോദിച്ചു, ഞാൻ എന്താ പറയുന്നത്, പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആരെയും നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക എന്നല്ല ഞാൻ പറയുന്നത്. പ്രിൻസിപ്പൾ പറഞ്ഞു, see, if you are coming like this, how can you enforce discipline from expect discipline from others? മറ്റുള്ള സ്റ്റുഡൻസിൽ നിന്ന് എന്തോ ചോദിച്ചു. ആ ടീച്ചർ അത് വളരെയധികം അത് എന്നെ ഒരു ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്താലും ശരി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇതൊക്കെ കോമൺ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ടി വിയിൽ വന്ന് അങ്ങനെ വന്ന് ആ ക്രിറ്റിസിസം പ്രോ ആൻറ്റി ഇങ്ങനെയൊക്കെ വന്നു. പക്ഷെ ഇവിടെ അതെന്തായിക്കോട്ടെ, ശരിയോ തെറ്റോ അല്ല. ഇവിടെ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഒറ്റ ചോദ്യം. ഈ പറഞ്ഞ ടാറ്റയില് എയർ ഇന്ത്യ ബിൽഡിങ്ങില് an opportunity to work there. അവിടെ ഈവൻ നമ്മളിപ്പോ റിസപ്ഷനിൽ ഇരിക്കുന്നതായിക്കോട്ടെ, നമ്മുടെ ടിക്കറ്റ് ബുക്കിംഗ് ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവരുടെ വെൽ ഡ്രസ്ഡ് അതേമാതിരി 5 മീറ്റർ 6 മീറ്ററോ 7 മീറ്ററോ എന്നുള്ള സാരി ഉടുത്തിട്ടേ ഇരിക്കാൻ പറ്റൂ. അവരുടെ യൂണിഫോം ഉണ്ട്, മനസ്സിലായില്ലേ? അതേമാതിരി ആണുങ്ങള് ടൈ, വൈറ്റ് ഷർട്ട്, ബ്ലൂ പാന്റ് ഇതിട്ടിട്ടേ പോകാൻ പറ്റൂ. ഷൈൻ ചെയ്യുന്ന ഷൂ പോളിഷ് ചെയ്തിട്ട് നമ്മൾ അത് നോക്കി നമുക്ക് തല ചീന്താം. അതാണ് കൾച്ചർ. നിങ്ങൾ പറയണ അല്ലല്ല ഞാൻ ഇങ്ങനെ പൂ പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുമോ? എന്താ കാരണം എന്നറിയോ? നമ്മളെ ക്രിറ്റിസിസം അല്ല അവിടെ പ്രധാനം, ഓർഗനൈസേഷൻസ് റിക്വയർമെന്റ് ആണ് അവിടെ പ്രധാനം. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ എന്താണോ അത് ചെയ്യണം, ചെയ്തേ പറ്റൂ. യൂണിഫോം ധരിക്കാൻ പറഞ്ഞ യൂണിഫോം ഞാൻ ധരിക്കില്ല, വേറെ കളറിൽ ഞാൻ എന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, അവിടെ പിന്നെ ജോലി ഉണ്ടാവില്ല. അതാണ് പറയുന്നത്, വി ഹാവ് ടു അഡാപ്റ്റ്. നമ്മളെ എന്താണെന്ന് വെച്ചാൽ ശരി, അവിടുത്തെ സിസ്റ്റം നമ്മളെ ഓർഗനൈസേഷൻ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഇതാണ് അക്കോർഡിംഗ് ടു ഫ്രെഡ് ലൂതൻസ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് ഡയറക്ട്ലി കൺസേൺ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രൊഡക്ഷൻ കൺട്രോൾ ഹ്യൂമൻ ബിഹേവിയർ. ഇതൊക്കെ ഒരു കമ്പനി നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ആൾറെഡി നിങ്ങൾക്ക് ട്രെയിനിങ് തരും. ആ സമയത്ത് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ എങ്ങനെ അവിടെ പെരുമാറണം, എവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്, അവിടെ ചിലയിടത്ത് എൻട്രി ഉണ്ടാവില്ല, ചിലയിടത്ത് നിങ്ങൾക്ക് ഇപ്പൊ സയന്റിഫിക് ലബോറട്ടറീസിലാണ് എയർ ഷവർ ഉണ്ടാവും, ഒരു വാച്ച്, ഇതൊക്കെ നിങ്ങൾ ഉള്ളിൽ പോണ സമയത്ത് ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനില് ഞാൻ തന്നെ ഉള്ളിൽ കണ്ടിട്ടില്ല. ഞാൻ അവിടുത്തെ ഫസ്റ്റ് എംപ്ലോയി ആണ്. ആ ഇതില് ഫസ്റ്റ് എംപ്ലോയി ആയിരുന്നു പബ്ലിക് സെക്ടർ ഡെങ്കില്. പക്ഷേ അവിടെ ഞാൻ ചെന്നിട്ടാണ് എല്ലാം പറഞ്ഞത്. പക്ഷേ എങ്കിലും ആ പ്ലാന്റിന്റെ ഉള്ളിൽ എനിക്കിന്ന് പോകാനുള്ള സാഹചര്യം കിട്ടിയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, കാരണം ഒന്ന് ഷൂ മാറണം, അവരുടേതായ ഇതിടണം, അവരുടെ യൂണിഫോം ഇടണം, എയർ ഷവർ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് നമ്മുടെ വിരൽ മോതിരം പാടില്ല, വാച്ച് പാടില്ല, റിങ് യാതൊന്നും പാടില്ല. ഇതൊക്കെ ഊരി വെക്കണം, ലോക്കറിൽ വെക്കണം, എന്നിട്ട് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ റേഡിയേഷൻ, മനസ്സിലായില്ലേ? ഇതെല്ലാം ഉണ്ടായിരിക്കും അവിടെ. കാരണം സ്പേസില് നമ്മുടെ പ്രോഗ്രാമിൽ മിസൈൽസിലൊക്കെ പ്രോഗ്രാം ചിപ്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇത് അതിന്റെ ഇവിടുത്തെ കൾച്ചർ നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് പറയുന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഇതെല്ലാം പറഞ്ഞുതരും. അപ്പൊ ഓർഗനൈസേഷൻ ബിഹേവിയറെ ഓർഗനൈസേഷൻ ടു ഓർഗനൈസേഷൻ ഡിഫേഴ്സ്. ഓരോന്ന് ഇന്ന് ഈ കമ്പനിയുടെ റൂളല്ല മറ്റേ കമ്പനി, അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഫീച്ചേഴ്സ്, OB is not a standalone discipline, but it is an integral part of the larger management discipline. Okay, വളരെയധികം ഡിസിപ്ലിനായിട്ട് നമ്മൾ നോക്കൂ. എപ്പോഴും ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ
ഡിസിപ്ലിൻ ഇല്ലാത്തൊരു മനുഷ്യനും കടിഞ്ഞാണില്ലാത്ത കുതിരയും ഒരേമാതിരിയാണ്. അപ്പോൾ സെൽഫ് ഡിസിപ്ലിൻ ഈസ് വൈറ്റൽ. Although by virtue of its importance and effectiveness, it has to come to be regarded as a distinct field of study. മനസ്സിലായി? വ്യത്യസ്തമായ ഒരു സ്റ്റഡിയാണത്. OB studies, ഓർഗനൈസേഷൻ ബിഹേവിയർ സ്റ്റഡീസ് ആർ നോട്ട് മിയർ അക്കാഡമിക്. അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷന് മാത്രം നമ്മൾ പറയാൻ പറ്റില്ല. ഓരോരോ ഓർഗനൈസേഷൻ ഓരോരോ ബിഹേവിയർ ആണ്. മനസ്സിലായില്ലേ? അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ദേ ഹാവ് സ്പെസിഫിക് ഗോൾസ് ടു അച്ചീവ്. Broadly, the goals are directly or indirectly related to improvement. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താണ്? പ്രൊഡക്ടിവിറ്റി കൂടണം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കൂടുതൽ അതനുസരിച്ചുള്ള ബെനിഫിറ്റും അതൊക്കെ ഡയറക്റ്റ് ഇൻസെന്റീവ്, ഇൻഡയറക്റ്റ് ഇൻസെന്റീവ് അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, OB ഈസ് മൾട്ടി ഡിസിപ്ലിനറി ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് അഫക്റ്റഡ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡെവലപ്മെന്റ്സ് ഓഫ്. പിന്നെ മറ്റുള്ള ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഈ പോകുന്ന ആള് ചിലപ്പോൾ പരിതാപകരമായിട്ടുള്ള സ്ഥിതി, എക്കണോമിക് കണ്ടീഷൻ, അതേമാതിരി അവിടുത്തെ മാനേജ്മെന്റ്, സോഷ്യോളജി, ആന്ത്രോപോളജി, സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി, ഇതൊക്കെ നോക്കിയിട്ട് ആണ്. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ഫംഗ്ഷൻ ആണ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അല്ലാണ്ട് ഒരാൾ അങ്ങനെ വെച്ചാൽ മറ്റുള്ളവർ അങ്ങനെ ആവണമെന്നില്ല. പല വിധത്തിലുള്ള ആളുകളാണ്, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ഹെഡോ അല്ലെങ്കിൽ വേറെ സെക്ഷൻ ഹെഡ് എന്തെങ്കിലും ആണെങ്കിൽ നമ്മളെല്ലാവരും ഒരേ മാതിരി കാണരുത്. ചിലർ വീക്കായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, ചിലപ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ആളുകളുണ്ടാവും. അതിൻ്റെ അർത്ഥം നിങ്ങളെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ വീക്കായ ആളുകളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് മോളിലേക്ക് കൊണ്ടുവരിക. അവിടെയാണ് നിങ്ങളുടെ കഴിവ്. ബ്രില്യൻ്റ് ആയ ആളെ എന്തായാലും ജോലി ചെയ്യുമല്ലോ. കാരണം എന്തുകൊണ്ട് വീക്കായി? അവർക്ക് ചില പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കും, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ കൂടുതൽ ശ്രദ്ധിക്കണം. സോ അതർ ബിഹേവിയർ സയൻസ് ഒക്കെ അവിടെയായി. ഇനി സ്റ്റഡി ബിഹേവിയർ 3 ഡിസ്റ്റിങ് ലെവൽ. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ നമ്മുടെ ബിഹേവിയർ, നമ്മൾ ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഓർഗനൈസേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. നോക്കൂ, ഇൻഡിവിജ്വലായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നമ്മൾ കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ചിലവര് അതേമാതിരി നമ്മുടെ ഓർഗനൈസേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഈ മൂന്നാണ്. മനസ്സിലായില്ലേ? അടുത്ത് ഇമ്പോർട്ടൻസ്, significance of organization behavior. Group of individuals can achieve what one individual cannot. ഒരാൾക്ക് മാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചന്ദ്രനിൽ പോകണമെന്ന് വെച്ചാൽ ഒരാളെ കൊണ്ട് മാത്രം പറ്റുമോ? മെനി ഇൻഡിവിജ്വൽ പൊസസിങ് വേരിയഡ് സ്കിൽസ്. അപ്പൊ എങ്ങനെയാണ് പറയാൻ നോക്കൂ, ISROയില് അനവധി സ്കില്ലുള്ള ആളുകള് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചല്ലേ മേപ്പോട്ട് പോകുന്നത്. അത് നമ്മുടെ റോക്കറ്റ് ഒക്കെ അല്ലേ. ആൻഡ് യുനോ സമയത്തിന്റെ അഭാവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. I was there in DRDO and other thing and ISRO. See, ഒരാൾ എന്താ ചെയ്യണേ എന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. മറ്റുള്ളവർ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ മറ്റേ തേർഡ് പേഴ്സൺ അറിയില്ല. ഇതെല്ലാം അറിയുന്ന ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രൊജക്ടോ ഡയറക്ടർക്ക് മാത്രമേ അറിയൂ. അവസാനം ഒരു അസംബ്ലിംഗ് ആണ്. അല്ലാതെ ഇവരോട് ചെയ്യാൻ പറഞ്ഞത് ഇവര് ചെയ്യും. അത്ര ചെയ്യേണ്ടവര്, മറ്റുള്ളവര് അത്ര അവരുടെ. This plus this plus this plus this equal to a finished product. മനസ്സിലായി? അത് ഒരു പ്രൊജക്ട് ഡയറക്ടറോ അല്ലെങ്കിൽ ഡയറക്ടർക്ക് മാത്രമേ അറിയൂ. സോ such individual expect each other to behave, perform in a certain way that will be most appropriate and achieving the prescribed goals. അപ്പൊ നമ്മുടെ ഓരോ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേണ്ടതായ വിധത്തിൽ. പിന്നെ ആഡം സ്മിത്ത്, വെരി ഫേമസ് പേഴ്സൺ, അദ്ദേഹത്തിന്റെ ക്ലാസിക് വർക്കാണ് അതായത് an inquiry into the nature and causes of the wealth of nation, that the greatest improvement in the productive powers of labor and the greater part of skill, dexterity പറഞ്ഞാൽ നമ്മുടെ കഴിവ്, യോഗ്യത, ഓക്കെ, അത്, and judgment with which any were directed or applied seem to have been in the effects of the division of labor. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ജോലി വീതിച്ചു കൊടുക്കുന്നതാണ്. Organization theory help in addressing the following challenges. Workforce diversity. ഓരോ വർക്ക്ഫോഴ്സ് ഓരോ വിധത്തിൽ പല ആളുകൾ ഉണ്ടാവില്ലേ, ഓരോ ഗ്രൂപ്പ് ആവില്ലേ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പല ആളുകളും പല സ്ഥലങ്ങളിലും വന്ന് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഈ ടേക്ക് ദ ഇൻഫോസിസ്, നമ്മുടെ ഇപ്പൊ TCSിലായിക്കോട്ടെ, ഇൻഫോസിസിലായിക്കോട്ടെ, കോഗ്നിസന്റ് എവിടെ, ആസാമിൽ നിന്നുണ്ട്, ബംഗാളിൽ നിന്നുണ്ട്, നേപ്പാളിൽ നിന്നുണ്ട്, മറ്റോ ഇതുണ്ട്, ഡൽഹിയിൽ നിന്നുണ്ട്, വേറെ ഗുർഗാവ്, ഹരിയാനയിൽ നിന്നുണ്ട്, പഞ്ചാബിൽ നിന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഡൈവേഴ്സിറ്റി കൾച്ചറാണ്. പക്ഷെ എല്ലാം കൂടി എന്താ പറയേണ്ടത്, സമ്മേളിക്കുന്ന സ്ഥലമാണ്
ഓഫീസ് ഓർഗനൈസേഷൻ. അപ്പോൾ എല്ലാ കൾച്ചറും കൂടിയതാണ്. അപ്പൊ ഇവിടെ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, വർക്ക് ഡൈവേഴ്സിറ്റി. എല്ലാവരും ഒന്നാണ് എന്നും ഒരു ടീം സ്പിരിറ്റ് വേണമെന്നും ഇന്റർപേഴ്സണൽ സ്കില്ല് വേണമെന്നും എല്ലാവരുടെയും കൾച്ചർ നമ്മുടെ ഇന്ത്യയുടെ കൾച്ചറാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്കും ബാധകമാണ്. അല്ലാതെ നീ ഇത് എന്റെ കൾച്ചറാണ്, ഞാൻ എന്തിനാ ഇത് ചെയ്യണത്, ഓണം നിന്റെയാണ്, മലയാളീസിന്റെയാണ്, ഞാൻ എന്തിനാ ആഘോഷിക്കണത്, ദീപാവലി അവന്റെയാണ്, ഞാൻ എന്തിനാ അങ്ങനെ വിചാരിക്കണ്ട. ഇതൊക്കെ ഇന്ത്യയിലത്തെ സെലിബ്രേഷൻസ് ആണ്, നമുക്കൊക്കെ ബാധകമായിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? എല്ലാം ഇന്ത്യ ഈസ് വൺ. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ ഓരോ ഘടകം മാത്രമാണ് നമ്മള്. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് 29 സ്റ്റേറ്റ് ഉണ്ടാകുന്ന 28 സ്റ്റേറ്റ് ഉണ്ടാകുന്ന 28 സ്റ്റേറ്റ് വേറെ നമ്മൾ എന്താ പറയണ്ടത്, ഞാൻ അവർ രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടോ ഇല്ലല്ലോ. എല്ലാ 28 സ്റ്റേറ്റും കൂടിയതല്ല നമ്മുടെ ഇന്ത്യ. സോ ദാറ്റ് ഈസ് കാൾഡ് ഫെഡറേഷൻ. സോറി, ദിസ് എല്ലാം കൂടിയതാണ് ഇന്ത്യ. ഓക്കെ. സോ ഗ്ലോബലൈസേഷൻ, കസ്റ്റമർ ഓറിയന്റേഷൻ, ഇന്നോവേഷൻ ആൻഡ് ഡിസ്റപ്ഷൻ, വർക്ക്. പിന്നെ ഗ്ലോബലൈസേഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കസ്റ്റമർ ഓറിയന്റേഷൻ, നമ്മുടെ കസ്റ്റമർ ആരാണ്, അവരോട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഏത് വിധത്തിലാണ്. പിന്നെ ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി ആൻഡ് ഡിസ്റപ്ഷൻ, ഇതൊക്കെ ഉണ്ടാവും. ചില സമയത്ത് നമ്മുടെ ഇലക്ട്രിസിറ്റി പോയില്ലേ, ചിലയിടത്ത് വേറെ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവില്ലേ. അപ്പൊ അത് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുക, ഓവർകം ചെയ്യാതൊക്കെ. അപ്പൊ നമ്മൾ എങ്ങനെ അഡീഷണൽ ആയിട്ട് നമ്മൾ ജോലി ചെയ്യുക, അതൊക്കെ ഉണ്ടല്ലോ. ചിലർക്ക് വർക്ക് ഫ്രം ഹോം ഇതൊക്കെ ഉണ്ടാവില്ലേ. ചിലപ്പോൾ ഡിസ്റപ്ഷൻ ഓഫ് വർക്ക് ഉണ്ടാവും, ചിലപ്പോൾ ഹർത്താൽ ഉണ്ടാവില്ലേ. വർക്ക് എൻവയറോൺമെന്റ്, ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആ എൻവയറോൺമെന്റ് അത്. അപ്പോ organization behavior and bureaucracy. An organization become impersonal in the sense that its administration become rule based, that is same rules got applied to everyone in the bureaucracy. പറഞ്ഞറിയാലോ നിങ്ങൾക്ക്, അവര് പറഞ്ഞാൽ പിന്നെ ഒരു ഇതില്ല. ഇൻഡിവിജ്വൽ യൂസ് ടു ഗെറ്റ് പ്രൊമോട്ടഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ റിലേഷൻഷിപ്പ്. അവിടെ എങ്ങനെ അറിയാം, നമ്മളെ വലിയ ലീഡറെ നമ്മളെ താങ്ങി നടന്നിട്ടുണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. അതാണ് ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്. നിങ്ങൾ സാറേ നല്ലതാണ്, സാറിന് പച്ചക്കറി വേണോ, നമ്മൾ വാങ്ങിക്കൊണ്ടുവരാം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അയാൾ താലോലിച്ച് നടന്നാൽ അവന് പ്രൊമോഷൻ ഉണ്ട്. ജോലി ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ പ്രൊമോഷൻ ഉണ്ടാവില്ല. അതാണ് ചിലപ്പോൾ ബ്യൂറോക്രാറ്റിക് അപ്രോച്ച്. മനസ്സിലായില്ലേ? ഉണ്ട്, പലയിടത്തും അതുണ്ട്, ഇപ്പോഴും നിലവിലുണ്ട്. പിന്നെ പക്ഷെ അതൊന്നും ശരിയല്ല. ഓക്കെ. പിന്നെ ബട്ട് ബ്യൂറോക്രസി വെരി ക്ലിയർലി ഡിഫൈൻഡ് റൂൾസ്. എനിവേ, according to German sociologist Max Weber, all the bureaucracy limit the freedom of individuality, the most efficient way of organizing human activity. അപ്പൊ നാളെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആണ് വേണ്ടത്. എല്ലാവരും ഒരു കൂട്ടിലടിച്ച തത്തമേരി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഫ്രീഡം ഇല്ലെങ്കിൽ അവരെന്ത് ജോലി ചെയ്യുന്നു? നിങ്ങളെ പിടിച്ചിട്ട് ഒരു റൂമിലിട്ടു, നിങ്ങൾക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ വെളിച്ചമില്ല, യാതൊന്നുമില്ല. ഇതൊക്കെ ഒരു എക്സ്പെരിമെന്റ് ആണ് മാനേജ്മെന്റിന്റെ. അപ്പോൾ നേരെ മറിച്ച് പ്രോപ്പർ ലൈറ്റിംഗ്, അതേമാതിരി അതിനുള്ള എല്ലാ ഫെസിലിറ്റീസ് എല്ലാം തരാൻ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു വിൽ പ്രൊഡ്യൂസ് മോർ. സോ ഡെലിഗേഷൻ, വർക്ക് മറ്റുള്ളവരൊക്കെ ഡെലിഗേറ്റ് ചെയ്യുക. ആസ് എ ഫോർമൽ അസൈൻമെന്റ് മേഡ് ടു റോൾസ് ആൻഡ് ഒഫീഷ്യൽ പൊസിഷൻ. ഓരോരുത്തർക്ക് ഡെലിഗേഷൻ ഓഫ് പവർ കൊടുക്കണം. എല്ലാം കൂടി ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് നീയെ ഇത് മെറ്റീരിയൽ മാനേജ്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഫൈനാൻസ് വേറെ ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് വേറെ ഡിപ്പാർട്ട്മെന്റ്, HR വേറെ ഡിപ്പാർട്ട്മെന്റ്. സി ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്. ഹൗ എവർ അല്ലാണ്ട് ചെയർമാൻ എല്ലാം ചെയ്യാൻ പറ്റുമോ? However, ultimately, the whole individual is one who is doing the role. His personal interest may not be full aligned to the goals of the organization. Okay, നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ് ചില സമയത്ത് ഓർഗനൈസേഷന്റെ ഗോളായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. നിങ്ങളുടെ പേഴ്സണൽ ഗോൾസ് ശരിക്കും എനിക്ക് വലുതാവണം, അല്ലെങ്കിൽ മാനേജർ ആവണം, DG, അതൊക്കെ ശരി തന്നെ. പക്ഷെ കമ്പനി വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രൊമോഷൻ കിട്ടുന്നത്? So it is evident that the formal system alone cannot ensure the achievement organizational goal. നിങ്ങൾക്ക് മാത്രം വിചാരം പോരാ, എല്ലാവർക്കും വേണം കമ്പനി വികസിക്കണം. അടുത്തത് ലിൻഡൽ ഉർവിക്, അത് വേറെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു എക്സ്പെർട്ട് ആണ്. അദ്ദേഹം has gone to the extent suggesting that formal channel function only to confirm and record decisions arrived through more personal means. These individual centric aspects make organizational behavior very significant. ചില സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചില ഇതുണ്ട്, അത് തന്നെയാണ് ഓട്ടോക്രാറ്റിക് വേ. ഇതൊക്കെയാണ്. അടുത്ത സോറി ഓക്കെ, ഡെലിഗേഷൻ ആൾറെഡി ഞാൻ പറഞ്ഞു. ഓക്കെ, ദിസ് ഇൻഡിവിജ്വൽ സെന്റർ. ഓക്കെ, അടുത്ത് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. ദർ ആർ 3 മെയിൻ. ഒന്ന് ബിഹേവിയറൽ ഫ്രെയിംവർക്ക്, കോഗ്നിറ്റീവ് ഫ്രെയിംവർക്ക് ആൻഡ് സോഷ്യൽ കോഗ്നിറ്റീവ് ഫ്രെയിംവർക്ക്. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ യെസ്, ഓക്കെ, ബിഹേവിയറൽ ഫ്രെയിംവർക്ക് അല്ലെ. ബിഹേവിയർ നമ്മളെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതന്നെ. കോഗ്നിറ്റീവ് ബിഹേവിയർ ഒക്കെ ഇവിടെ എന്താണ് അറിയോ,
നമ്മുടെ ഇദ്ദേഹം ആരാണ് പറയുന്നത്, ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ ഈ യെസ് പാവലോ റഷ്യയിലത്തെ ഒരാള് എന്ത് ചെയ്തറിയോ, പിന്നെ അത് ഡോഗിനെ എക്സ്പെരിമെന്റ് ചെയ്താണ്. അതായത് ഭക്ഷണം കൊണ്ട് ആദ്യം കുറെ ബെല്ലടിച്ചു, ഒരു ഡോഗിന് ഭക്ഷണം കൊണ്ടുള്ള ബെല്ലടിച്ചപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ല, പിന്നെ അടിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ അതിന് ബോധം വന്നു എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. അപ്പോ അതിനുശേഷം ഈ ബെല്ല് കേട്ടാൽ മാത്രമേ ആ ഡോഗ് വരൂ. ചില സമയത്ത് ഭക്ഷണം ഇല്ലെങ്കിലും ബെല്ല് കേട്ടിട്ടുണ്ടെങ്കിൽ അത് വരും. എൻ്റെ അർത്ഥം അതിലൊരു സ്റ്റിമുലി അത് വന്നു, അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ വന്നു, ഈ ബെല്ലടിക്കുന്നത് എനിക്ക് ഭക്ഷണം തരാനാണ് എന്ന്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് പിന്നെ കോഗ്നിറ്റീവ്, അതായത് വൈജ്ഞാനിക ഫ്രെയിംവർക്ക്. ഇൻ ദിസ് വർക്ക് കോഗ്നിഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ബിഹേവിയർ based on the individual knows and expect the specific action with a lead to specific consequences. അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്നത് ചെയ്താൽ ഇന്നത് സംഭവിക്കും, ഇന്നത് ചെയ്താൽ ഇന്നത്, ഇന്നത് ചെയ്താൽ ഇന്നത് അത് സംഭവിക്കും എന്ന് അറിയാനുള്ള ഇതുണ്ടെങ്കിൽ അതാണ് ഫ്രെയിംവർക്ക്. ചിലത് നമുക്ക് അറിയില്ല, ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല ചിലത്. ഇത് നമുക്ക് ഇന്നത് ചെയ്താൽ ഇന്നത് വരും. അടുത്തത് സോഷ്യൽ കോഗ്നിറ്റീവ്, അതായത് ഈ ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ this framework adds to the cognitive and behavioral aspects and introduction environment as an important determination in this framework. In our day-to-day life, many of our responsibilities are the outcomes. Okay, outcome. About outcome based and imitations ചെയ്യുന്നത് തന്നെ വേറെ രണ്ടാമത് ചെയ്യുന്നത്, അതൊക്കെയാണ് സോഷ്യൽ കോഗ്നിറ്റീവ് ഫ്രെയിംവർക്ക്. ഇനി ഓർഗനൈസേഷൻ ബിഹേവിയർ മോഡൽ, ഓട്ടോക്രാറ്റിക്, ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബ്യൂറോക്രാറ്റിക്, കസ്റ്റോഡിയൽ, നമ്മളെ ഈ ബോണ്ടഡ് ലേബറൊക്കെ ഇല്ലേ, അതായത് വളരെ നമുക്കൊരു ഫ്രീഡം ഒന്നുമില്ലാതെ ഒരു കസ്റ്റഡി, അത് നമുക്കൊരു ഫ്രീഡം ഇല്ല, അതന്നെ. സപ്പോർട്ടീവ് മോഡൽ, സപ്പോർട്ടീവ് മോഡൽ എന്ന് വെച്ചാൽ നോക്കൂ, നമ്മളെ main aspect of that, keep the model running. ഇവിടെ എന്താണെന്ന് വെച്ചാൽ വളരെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു മോഡൽ. അപ്പൊ എന്തുണ്ട്, സോ ദ ലീഡർഷിപ്പ് സ്റ്റൈൽ സപ്പോർട്ടീവ് മോഡൽ മീൻസ് വാങ്ങാ കൊടുക്കുക, അതേമാതിരി അങ്ങോട്ടും സ്നേഹിക്കുക ഇങ്ങോട്ടും സ്നേഹിക്കുക, അങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആൻഡ് ഫ്രാങ്ക്, അങ്ങനെ ഒരു ടുഗദർനെസ്, അതാണ് സപ്പോർട്ടീവ് മോഡൽ. അത് ഓർഗനൈസേഷൻ നന്നായിട്ട്. അടുത്തത് കൊളീജിയൽ മോഡൽ. കൊളീജിയൽ മോഡൽ എന്ന് വെച്ചാൽ വർക്ക്സ് ആസ് കൊളീഗ്സ്. അവർ എങ്ങനെ അറിയോ, നമ്മളൊക്കെ പണ്ട് കമ്പ്യൂട്ടർ മെയിൻ്റെനൻസ് കോർപ്പറേഷൻ, ഇപ്പൊ നമ്മുടെ IT നമ്മുടെ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി പണ്ട് എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഈവൻ ഇൻഫോസിസിൽ നോക്കൂ, അവിടെ നാരായണമൂർത്തി, മിസ്റ്റർ നാരായണമൂർത്തി എന്ന് പറയുന്നത് മൂർത്തി എന്ന് വിളിക്കൂ. അതാണ് അവിടുത്തെ കൾച്ചർ. എല്ലാവരും കൊളീഗ്സ്, പേര് എന്താ പറയണ്ടേ, മിസ്റ്റർ എന്ന് വയ്ക്കില്ല, അങ്ങനെയാണ്. അവിടെ ഓരോരുത്തരുടെ പേര് വിളിച്ചിട്ടാണ്. അതായത് മൂർത്തിക്ക് മൂർത്തി, ഗുപ്തയ്ക്ക് ഗുപ്ത, അല്ലെങ്കിൽ ഇന്ന ഗുപ്ത എന്ന് പറയുന്ന അവർ പറയില്ല, അല്ലെങ്കിൽ നാരായണമൂർത്തി എന്ന് പറയില്ല. അത് അവർ ഇന്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ കേട്ടോ, ചിലയിടത്ത് നിങ്ങളിത് ഉപയോഗിച്ചില്ല എന്ന് വിചാരിക്കുക, അവിടെയും പ്രശ്നമാണ്. ഞാൻ പറയുന്നത് ഇതാണ്, ഒരു കമ്പനിയിൽ ഇങ്ങനെയൊക്കെ നിലവിലുണ്ട്, ഓരോരുത്തർ പേര് മാത്രം വിളിച്ചിട്ട്, അതൊരു എന്നുവെച്ചാൽ ഗ്യാപ്പ് ഇല്ലാതെ. എന്താ അറിയോ ഞാൻ പറയട്ടെ, ആ ഗ്യാപ്പ് എങ്ങനെ അറിയോ ഞാൻ പറയട്ടെ. അതായത് ഡിയർ മിസ്റ്റർ രവി, നോക്കൂ, ഡിയർ മിസ്റ്റർ രവി, ഡിയർ രവി, ഡിയർ രവി എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്തതാ. ഡിയർ മിസ്റ്റർ രവി എന്ന് പറയുമ്പോൾ കുറച്ച് അകലുണ്ട്, എന്നുവെച്ചാൽ അത്ര അടുപ്പല്ല, മനസ്സിലായില്ലേ? അപ്പൊ ഈ ഓരോരോ യൂസേജ് ഇത് വളരെയധികമാണ്. അപ്പൊ കൊളീഗ്, എല്ലാവരും കൊളീഗ്സ് എന്നുള്ള ഇതിലാണ് ഫിലോസഫി. പക്ഷെ ശ്രദ്ധിക്കണേ, ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിൽ നിങ്ങൾ കലക്ടറെ പോയിട്ടിട്ട് നിങ്ങളെ പിന്നെ ഇപ്പൊ ഉദാഹരണം ടേക്ക് ദ സപ്പോസ് ഗീത അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്, അനുരാജ് എന്തെങ്കിലും ആ കുട്ടി വിചാരിക്കുക, അനുരാജ് അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പറ്റുമോ? അവർക്ക് റെസ്പെക്ട് കൊടുക്കണം, ബ്യൂറോക്രാറ്റ്സ് ആണ് അവര്, അത് വേണ്ടടുത്ത് കൊടുക്കണം. പിന്നെ സപ്പോസ് ഐ റിമെമ്പർ അബ്ദുൽ കലാം, ഡോക്ടർ അബ്ദുൽ കലാം, മിസ്റ്റർ കലാം എന്നല്ല അവിടെ ഡോക്ടർ എന്ന് പറയണം. 10-40 PhD ഉള്ള ആളാണ്.
അപ്പൊ ഈ കൊടുക്കേണ്ട ഇത് ചിലടത്ത് പ്രൊഫസർ എന്ന് തന്നെ പറയണം. ഒരു മിനിറ്റ്, സർ CV രാമൻ, അയാളെ മിസ്റ്റർ CV രാമൻ എന്നല്ല പറയാ, സർ CV രാമൻ. കാരണം സർ പദവി കൊടുത്തത് ബ്രിട്ടീഷ് രാജാവോ രാജ്ഞി എന്താണ്, മനസ്സിലായില്ലേ? അപ്പൊ ഓരോരുത്തർ കൊടുത്ത ഓരോരോ ഇതുണ്ട്. അതേമാതിരി നമ്മളെ പത്മഭൂഷൺ, വീരചക്ര ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കൊടുക്കുന്ന ഓരോരോ സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളെ ഇത്തരത്തിലുള്ളത് നമ്മളൊപ്പം വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്, എക്സെപ്റ്റ് മിലിറ്ററി. മനസ്സിലായില്ലേ? ഈവൻ നമ്മുടെ ഭാരതരത്ന അവാർഡ് ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പത്മശ്രീ ഇതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളെ ഈ ടൈറ്റിൽസ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം വരെ എല്ലാവരും ഒരേമാതിരി കരുതണം എന്നൊക്കെയാണ് പറയാ. പക്ഷെ ഇത് ഇത്തരത്തിലുള്ള നമ്മൾ ചിലയിടത്ത് ഇപ്പൊ ഞാൻ കലാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിയർ മിസ്റ്റർ കലാം എന്നും ഡിയർ ഡോക്ടർ കലാം എന്നും പറയുന്ന ഒരു വ്യത്യാസമുണ്ട്. എന്താ കാരണം വെച്ചാൽ അവർക്ക് കൊടുക്കേണ്ട പദവി നമ്മൾ അറിയും. അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ സപ്പോസ് ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് പ്രൈം മിനിസ്റ്റർ, ഡിയർ മോഡി എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതായത് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, റെസ്പെക്റ്റഡ് മിസ്റ്റർ നരേന്ദ്രമോദി. മനസ്സിലായില്ലേ? അങ്ങനെ ബഹുമാനം കൊടുക്കണം, എല്ലാവർക്കും ബഹുമാനം കൊടുക്കണം. അപ്പൊ അതാണ് നമ്മുടെ കൊളീജിയമുള്ളത്. പിന്നെ സിസ്റ്റം അത് നമുക്ക് ആൾറെഡി റൂൾസ് ഉണ്ട് അതേ പ്രകാരം. അപ്പൊ ഓർഗനൈസേഷൻ ബിഹേവിയർ ഇസ് ദ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ വിത്ത് എൻ ഓർഗനൈസേഷൻ. ശരി, എല്ലാം പറഞ്ഞു. although each of these can be investigated isolation, it is essential to study all the three aspects together to gain a comprehensive understanding of the matter being studied. അപ്പൊ ഓരോരുത്തരുടെ ബിഹേവിയറിനെ പറ്റിയിട്ടാണ് ആദ്യത്തെ യൂണിറ്റ്. അടുത്ത രണ്ടാമത്തെ യൂണിറ്റ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഡിറ്റർമിനന്റ് മോഡൽസ് ആൻഡ് പെർസെപ്ഷൻസ് ഓക്കെ ആണ് അടുത്തത്. അതായത് ധാരണ, പെർസെപ്ഷൻ, ധാരണ. പിന്നെ അതിൽ പറയുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ജീവശാസ്ത്രപരമായ ഫാക്ടർ, ജീവശാസ്ത്രം ഫാക്ടർ മലയാളം. എബിലിറ്റി, കഴിവ്. പേഴ്സണാലിറ്റി പറഞ്ഞാൽ വ്യക്തിത്വം. ഡിറ്റർമിനൻസ് ആൻഡ് മോഡൽസ്, മിയേഴ്സ്, ബ്രിക്സ്, ടൈപ്പ് ഇൻഡിക്കേറ്റർ അത് പറയുന്നുണ്ട് എന്താണെന്ന്. പെർസെപ്ഷൻ ആൾറെഡി ഞാൻ പറയില്ലേ, വ്യക്തിത്വം. ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് പെർസെപ്ഷൻ, എന്തുകൊണ്ട് വ്യക്തിത്വം വരുന്നു, എങ്ങനെ ഓട്ടോമാറ്റിക് വരുമല്ലോ വ്യക്തിത്വം, വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നല്ലേ. വരോ? ഇപ്പൊ നമ്മളെ സച്ചിൻ ടെണ്ടുൽക്കർ വിചാരിക്കുക ഒരു ദിവസം കൊണ്ടായതാണ് അയാള്, അല്ലല്ലോ. അയാളുടെ വ്യക്തിത്വം കൊണ്ട് വന്നതല്ലേ, അയാളെ ബഹുമാനിക്കുന്നല്ലേ അത്. അമിതാഭ് ബച്ചൻ നമ്മള് മെഗാസ്റ്റാർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഫോർ ഇൻഫർമേഷൻ ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി വർക്ക് ആസ് എ സീനിയർ സ്റ്റെനോഗ്രാഫർ ഇൻ ബോംബെ ഇൻ ഹിസ് ഓർഗനൈസേഷൻ. ഓക്കെ, ഐ വാസ് ഗെറ്റിംഗ് ഫ്രീ ഹിസ് ടിക്കറ്റ് ആൻഡ് അതർ തിങ്. പക്ഷേ he was struggling in the past earlier. ഈ 7 പടം 7നും ഇനി ഫ്ലോപ്പാണ് ഉണ്ടായിരുന്നത്, മനസ്സിലായോ? അതിന്നാണ് അയാളെ വ്യക്തിത്വം ഇങ്ങോട്ട് വന്നത്, മേപ്പെട്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ഓരോരുത്തരും കഠിനാധ്വാനം ചെയ്തതിനു ശേഷം അല്ലാതെ വരാൻ പറ്റില്ല മേപ്പെട്ടത് ആരായാലും. ഡോക്ടർ അബ്ദുൽ കലാം ടേക്ക് ന്യൂസ് പേപ്പർ വിതരണമാണ് ചെയ്ത അയാള്. പൈസ ഉണ്ടായിരുന്നില്ല, പഠിക്കാൻ കാശുണ്ടായിരുന്നില്ല. ന്യൂസ് പേപ്പർ ഓരോ വീട്ടിൽ കൊണ്ടിട്ടുള്ള ഉണ്ടായിരുന്നു. അങ്ങനെ കാശ് കിട്ടിയിട്ടാണ് ഇത് ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ. മനസ്സിലായി? ബാക്കി പറയണ്ടല്ലോ, ബാക്കി എല്ലാം പറയാം. ഐ റെഡ് ഓൾ ദ ബുക്സ് ആക്ച്വലി. ഐ നോ ഐ സീ ഹിം മെനി ടൈംസ്. ഐ സീൻ ഹിം. വെരി സിമ്പിൾ. അത് ഞാൻ പറയാം, പേഴ്സണാലിറ്റി വരുമ്പോൾ പറയാം. സോ മോർ ദാൻ എ മിയർ ഗ്രൂപ്പ്. ഓർഗനൈസേഷൻ പറഞ്ഞാൽ എല്ലാവരും കൂടി കൂടിയതാണ് അതിനർത്ഥം, വേറൊന്നും ഇല്ല ഇതിൽ. ലീഡിങ് ടു പോസിബിൾ ചില സമയത്ത് കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയപരമായ. നമ്മുടെ അസംബ്ലിയിൽ നടക്കുന്നില്ലേ, പാർലമെന്റിൽ നടക്കുന്നില്ലേ, അല്ലാണ്ട് അവർ തമ്മിൽ ഇൻഡിവിജ്വൽ ആയിട്ടല്ലോ, ആശയപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്. മനസ്സിലായില്ലേ? സോ ടു ബി എഫക്റ്റീവ് അത് ആവശ്യമാണ്. ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അവിടെ ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ എന്നിട്ടറിയോ, കോൺഫ്ലിക്റ്റ് ഇല്ല എന്ന് വിചാരിക്കുക, അപ്പൊ തോന്നിയമാര് ഭരിക്കും. ഒപ്പോസിഷൻ ഇല്ലാതെ സമയത്തിന്റെ അഭാവം കൊണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു നല്ലൊരു എക്സാമ്പിൾ പറഞ്ഞു. പണ്ട് ഞാൻ തെറ്റിദ്ധരിക്കല്ലേ, ഇപ്പോഴത്തെ പത്തൊന്നും പറയരുതേ, ഒരു ബുക്ക്, അതായത് എന്റെ പ്രൊജക്ട് വർക്ക് ആയിരുന്നു 1980 91 പ്രൊജക്ട് വർക്കായിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഒരു ബുക്ക്. അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് MC ചാഗ്ല. ഒരു മിനിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. MC ചാഗ്ല നമ്മുടെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അയാളുടെ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്നു. അയാൾ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്.
ആ ബുക്ക് നെഹ്റുവിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ആരും തെറ്റിദ്ധരിക്കേണ്ട, ബുക്കിലുള്ളതാണ്, പബ്ലിഷ് ആയിട്ടുള്ള ഒരു ബുക്കിലാണ്. അദ്ദേഹം നെഹ്റുവിന്റെ ചില ഇത് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു കാര്യം എന്താണെന്ന് അറിയോ? സാധാരണ ഒരാള് ചെയറിൽ ഇരുന്നുണ്ടെങ്കിൽ ആ ചെയറിൽ ഇരുന്നിക്കുന്ന നെഹ്റു പ്രധാനമന്ത്രിയുടെ സീറ്റില് ഒരാളിരുന്ന അത് പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് അയാളെ ബഹുമാനിക്കുന്നു. ചിലര് രണ്ടു വിധാണ്. പക്ഷേ ഇന്ന ആളിരുന്ന ചെയർ എന്ന് പറഞ്ഞിട്ട് ആ ചെയറിനെ ബഹുമാനിക്കുന്നു. ബാക്കി ഞാൻ പറയുന്നില്ല. ഇത് ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഒരു ഉദാഹരണം. അതായത് അതിൻ്റെ അർത്ഥം ഇപ്പൊ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ രണ്ട് കമ്പാരിസൺ ആണ് പറയുന്നത്. ചിലത് നമ്മൾ ആ സീറ്റിലിരിക്കുന്നു, ഇപ്പൊ ആ പോട്ടെ, അതെല്ലാം വിടും. ഒരാൾ നമ്മളെ കുറ്റല്ലേ പറയുന്നത്? ഐ എം നോട്ട് ടെല്ലിങ് എനിത്തിങ്. ഞാനൊരു ഇതാണ് പറയുന്നത്, പേഴ്സണാലിറ്റി ഇപ്പോഴുള്ള കാര്യം പറഞ്ഞു. നോക്കൂ, വൈസ് ചാൻസലർ എത്രയോ ആയിരക്കണക്കിൽ, 1000 യൂണിവേഴ്സിറ്റി, 1000 അടുത്തെത്തി യൂണിവേഴ്സിറ്റി. അപ്പൊ 1000 വൈസ് ചാൻസലർ ഉണ്ടാവില്ലേ? യു നോ ദാറ്റ് മദ്രാസ് യൂണിവേഴ്സിറ്റി, ഞാൻ ചെറിയ, കാരണം വളരെ ലിമിറ്റഡ് ടൈമുള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ എക്സാമ്പിൾ പറയാൻ പറ്റില്ല. മദ്രാസ് യൂണിവേഴ്സിറ്റി മഹാലിംഗം പറഞ്ഞ ഒരാൾ ഒരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു. എമിനന്റ് പേഴ്സണാലിറ്റി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന, വളരെ വളരെ ഹൈലി പ്രൊഫഷണലൈസ് പേഴ്സൺ. പക്ഷേ അവിടെ എക്സാം ടൈമിൽ ഒരു പ്രാവശ്യം, ഇപ്പോഴല്ല അനവധി വർഷങ്ങൾക്ക് മുമ്പേ, എക്സാം ടൈമിൽ അവിടെ സ്ട്രൈക്കിൽ പോയി. നോൺ ടീച്ചിങ് സ്റ്റാഫ് സ്ട്രൈക്കിൽ പോയി എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് എന്തോ സാലറി എന്തോ കൂടുതൽ വേണോ, എന്തോ വേണോ, സംതിങ് എന്താണോ സാലറി. ഓർമ്മിക്കണേ, ഈ സ്ട്രൈക്കിൽ പോകുന്ന ആളുകളും അദ്ദേഹത്തിന് വളരെ ബഹുമാനിക്കുന്നതാണ്, മനസ്സിലായില്ലേ? അപ്പോ എന്തു ചെയ്തു? ഇയാള് പറഞ്ഞു ഇത് പറ്റില്ല, സ്റ്റേറ്റ് ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ്, അന്ന് മദ്രാസാണ്, തമിഴ്നാട് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യണ്ടാണ്, ഞാനല്ല, അതുകൊണ്ട് നിങ്ങൾ സ്ട്രൈക്കിൽ പോയത് പറഞ്ഞാൽ അഭ്യർത്ഥിച്ചു. പക്ഷെ അവർ സ്ട്രൈക്കിൽ പോയി. സ്ട്രൈക്കിൽ പോയി അയാളൊന്നും പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം അയാൾ രാജിവെച്ചു, ഗവർണർക്ക് രാജി സമർപ്പിച്ചു. റിമെമ്പർ, ഈ ന്യൂസ് വൈൽഡ് ഫയർ മാതിരി സ്പ്രെഡ് ചെയ്തു. മഹാലിംഗം രാജിവെച്ചു, വൈസ് ചാൻസലർ രാജിവെച്ചു. ഉടനടി ഈ സ്ട്രൈക്കിൽ പോയ ആളുകൾ എല്ലാം അയാളുടെ അടുത്ത് വന്ന്, സർ പ്ലീസ് വിഡ്രോ, വി ആർ വിഡ്രോയിങ് അവർ സ്ട്രൈക്ക് ഓർ വാട്ട് എവർ ഇസ് ദാറ്റ്, യു ഷുഡ് നോട്ട് ലീവ് ദിസ് യൂണിവേഴ്സിറ്റി, വി വാണ്ട് യു ഹിയർ. ഞങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും ഞങ്ങൾ പിന്നീട് ചെയ്തോളാം. വി വിൽ വർക്ക് ഫ്രം ടുമോറോ, യു ഷുഡ് നോട്ട് ഗോ, വി ടേക്ക് ബാക്ക് ദ റെസിഗ്നേഷൻ. എന്താണെന്ന് മനസ്സിലായത്? നല്ലത് എപ്പോഴും നല്ലത് തന്നെയാണ് കേട്ടോ. സോ അങ്ങനെ ഹ്യൂമൺ, ഓരോരുത്തരെ ചില ഓരോ കഴിവാണ്, പേഴ്സണാലിറ്റീസ് ആണ്, ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടത്. എല്ലാ വിധത്തിലുള്ള ആള്, നല്ല നല്ല അഡ്മിനിസ്ട്രേറ്റേഴ്സും സയന്റിസ്റ്റും ടെക്നോക്രാറ്റ്സും അക്കാഡമിഷ്യൻസും ഒക്കെയാണ് നമുക്ക് ആവശ്യം. അപ്പൊ ഓർഗനൈസേഷൻ പല വിധത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. അതിപ്പോ ഒരു വീടാണ് ചെല്ലി, അച്ഛനും അമ്മയും, ഭാര്യയും ഭർത്താവും, ചേട്ടനും അനുജത്തിയും തമ്മില്, ഭാര്യയും ഭർത്താവും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അത് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ സ്നേഹപരമായിട്ടുണ്ടാവല്ലോ. നമ്മളൊരു കുട്ടിയെ ശാസിക്കുന്നുണ്ട്, സ്നേഹം ഇല്ലാണ്ടാണോ? അല്ലല്ലോ, സ്നേഹമുള്ളവരോടല്ലേ ശാസിക്കൂ. അപ്പൊ ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പൊ ദാറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ ദ പോസിറ്റീവ് വേ. ബയോളജി അഫക്ട് ഹ്യൂമൻ ബിഹേവിയർ ത്രൂ ജനറ്റിക്കലി റെഗുലേറ്റഡ് ഹെറിഡിറ്റി നേച്ചർ. നമ്മുടെ തലമുറ, ഹൗ മച്ച് ഓഫ് തലമുറ, നമ്മൾ വളർന്നു വന്ന ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് നമ്മുടെ ബിഹേവിയർ വരും. അച്ഛൻ അമ്മ നല്ല വിദ്വാൻമാരാണ് വിചാരിക്കുക, ചിലപ്പോൾ സംഗീതജ്ഞന്മാരാണ് വിചാരിക്കുക. നോക്കൂ ഓരോരുത്തരുടെ. അപ്പൊ അതിന്റെ ഫോളോ ചെയ്യും. യേശുദാസന്റെ അച്ഛൻ സംഗീതജ്ഞനാണ്, എന്താ അയാൾ ഫോളോ ചെയ്തു. അതേമാതിരി പലരും ഉണ്ട്. അവരെ അതേ മെത്തേഡ്. ഇപ്പൊ ഇന്നലെ ഞാൻ കേട്ടു, ഒരു മാത്തമാറ്റിക്സിലെ ആലുവയില് ഒരു ഫാമിലി എല്ലാവരും PhD മാത്തമാറ്റിക്സ്. 2 ദിവസം മുമ്പേ പേപ്പറിലുണ്ടായിരുന്നു, ഒരു ഫാമിലിയിൽ എല്ലാവരും PhD, 5 PhD ഒറ്റ വീട്ടില് മാത്തമാറ്റിക്സ്. കാരണം അച്ഛൻ PhD മാത്തമാറ്റിക്സിൽ PhD എടുത്ത ആളാണ്. അതെങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ അതിൽ നല്ല തന്നെയാണിത്. ഡ്യൂ ടു ദ എൻവയോൺമെന്റൽ കോണ്ടാക്ട്, ബയോളജിക്കൽ ഫാക്ടേഴ്സ്, കൺട്രോൾ ദ ഫ്ലോ, അത്തരത്തിലുള്ള ഇതാണ് ഇതിൽ പേഴ്സണാലിറ്റി. അപ്പൊ ഇവിടെ സ്ട്രക്ചർ ഓഫ് ദ അങ്ങനെ ഡിറ്റർമിൻ. അപ്പൊ പല വിധത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റി ഫ്രെയിം ചെയ്യുന്നത് പല ബാക്ക്ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായില്ലേ? അടുത്തത് എബിലിറ്റി. എബിലിറ്റി മീൻ ദ മെന്റൽ ഫിസിക്കൽ ഓരോരുത്തരുടെ കഴിവ്.
ഇവിടെ ചെറിയൊരു ഉദാഹരണം പറയാം. നോക്കൂ, ആരും ഒരു ഉദാഹരണം പറയാം. ഇവിടെ ബാക്കിയൊക്കെ നിങ്ങൾ വായിക്കുക. ഈ ഒരു ഉദാഹരണം നിങ്ങൾക്ക് അത് മനസ്സിലാവുകയാണ് മുഴുവൻ പാരഗ്രാഫ്. ഒരാളുടെ കഴിവ് എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങോട്ട് പെട്ടെന്ന് കൊടുക്കുകയല്ലോ ചില കഴിവുകൾ. ഞാൻ പറയാം, PT ഉഷ ഇന്നത്തെ പത്രത്തിലുണ്ട്, ഇംഗ്ലീഷ് പേപ്പറിൽ, ഹിന്ദുവില്, അതില് 2ാമത്തെ കോളത്തിലോ 3ാമത്തെ കോളത്തിൽ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒളിമ്പിക്സിന്റെ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്തു. നോക്കൂ എന്താണ് എബിലിറ്റി. ഇതിൽ മീത് എന്താ എക്സാമ്പിൾ വേണ്ടെങ്കിൽ അതില് ഒരു വാചകമുണ്ട്, ഫസ്റ്റ് വുമൺ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു പാരഗ്രാഫേ ഉള്ളൂ, അതിലൊരു ലൈനാണ് ഞാൻ ഇപ്പം നിങ്ങളോട് പറയണം. അതാണ് എബിലിറ്റി. When she was participating in international competition on behalf of our beloved country, എല്ലാം thousands, millions, crores, they were watching 1/100th of a second-ലാണ് മെഡൽ പോയത്. 1/100th of a second ആണല്ലേ ഉഷയ്ക്ക് ഒരു മെഡല് ഒളിമ്പിക്സിൽ പോയത്. 100th of a second, ഇതാണ് സെക്കൻഡ്. ഇതിൽ 100 ഒരു ഭാഗത്തിൽ ആണ് പോയത് മെഡല്. And Indira Gandhi was the prime minister at that time. She came to know immediately. So she called Usha as if for us, you had won the medal. But she medal illa. 100th of a second. അങ്ങനെ അനവധി മെഡൽ മേടിച്ചതാണ് PT ഉഷ. ഓക്കെ, അനവധി എല്ലാവരും ഹെർ എബിലിറ്റി എന്നത്. നൗ ഷീ ബിക്കേം. അതില് ഒരു സെന്റൻസ് പറയാണ് ലാസ്റ്റില്, her employer was Indian Railways. മനസ്സിലായില്ലേ? ഇവിടെ ഈ ശ്രീ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഏഷ്യ ഇതിലും പല ഇന്ത്യൻ റെയിൽവേസ് ഒരു ദിവസം മദ്രാസ് ടു മാംഗ്ലൂർ, അന്ന് ചെന്നൈയില്ല, മദ്രാസ് ടു മാംഗ്ലൂർ, മംഗലാപുരം വണ്ടിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഉഷ, ശ്രദ്ധിക്കണം ഇനി പറയുന്നത്, ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, അതിന് ശേഷം വന്ന് സംഭവിച്ചിട്ടില്ല. മനസ്സിലായോ? മുമ്പേയും സംഭവിച്ചിട്ടില്ല, അതിന് ശേഷം ഇതുവരെയും സംഭവിച്ചിട്ടില്ല. മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിന്ന് PT ഉഷ വണ്ടി കയറി. ഇന്നത്തെ ഹിന്ദുവിൽ നോക്കിക്കോളൂ, വായിച്ചോളൂ ഫ്രഞ്ച. ഞാൻ പറയുന്നത് ഡോക്യുമെന്റഡ് ആയിട്ടുള്ളതാണ്. ഈ സ്ത്രീക്ക് ഇറങ്ങേണ്ടത് കോഴിക്കോടും ഇതിന്റെ പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെ റെയിൽവേ വണ്ടി നിൽക്കില്ല, ചെറിയ സ്റ്റേഷനാണ്, പ്ലാറ്റ്ഫോം ചെറിയതാണ്. ഇന്നും കുറച്ചെങ്കിലും വ്യത്യാസം ബിക്കോസ് ഓഫ് ഉഷ. ആ ഉഷയുടെ പേര് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തെങ്കിലും വിധിച്ചിട്ടുള്ളൂ. പക്ഷേ അവിടെ വലിയ വണ്ടി നിൽക്കില്ലല്ലോ. ഇത് മാംഗ്ലൂർ ഇതല്ലേ, ചെന്നൈ മാംഗ്ലൂർ വലിയ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ അല്ലേ. ഓൺലി ഉഷയിൽ ട്രാവൽ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രെയിൻ അവിടെ 2 മിനിറ്റ് പയ്യോളി എന്ന സ്ഥലത്ത് നിർത്തി. ദാറ്റ് ഈസ് ദ റെസ്പെക്ട് ദ റെയിൽവേ, ദാറ്റ് ഈസ് ഇന്ത്യാസ്. ഈ റെയിൽവേ പറഞ്ഞ ഇന്ത്യയുടെ ഇതാണ്. India was giving respect to an athlete of her caliber, and train stopped for 2 minutes because so that otherwise ദൂരത്തേക്ക് പോയിട്ട് ഇറങ്ങിയിട്ട് തിരിച്ചു വരണം. വണ്ടിയോടെ നിർത്തി. അപ്പൊ എന്താണ്, ഓരോരുത്തരുടെ കഴിവിനെയും മാനിക്കുന്നതാണ് ഇവിടെ ഒരു പ്രശ്നം. മനസ്സിലായില്ലേ? അതാണ് ചിലത്. അപ്പൊ കഴിവ് തന്നെ എത്രയോ ചെരുപ്പില്ലാണ്ടി ഓടി മണലക്കോട് ഓടിയിട്ടാണ് ഇങ്ങനെ അവിടെ വടകരയും മറ്റുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ ഓടി ഇത്രയൊക്കെ മെഡൽ മേടിക്കാൻ പറ്റിയത്. അതേമാതിരി ഈ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് റീസൺ, ഈ ഫർഗറ്റപ്പെടുത്ത റീസൺ, ശ്രീജേഷ് ഹോക്കി പ്ലെയർ. അയാൾക്കൊരു ഷൂ പോലും ഉണ്ടായിരുന്നില്ല, പാഡ് ഉണ്ടായിരുന്നില്ല, കീഴിലെ ചെരുപ്പും കൊണ്ടാണ് അയാള്. അന്നും ഹോക്കിയില് ഇതില്ല. പക്ഷെ ഇന്നെവിടെത്തി? അത് ഹിസ് എബിലിറ്റി. അങ്ങനെ ഓരോരുത്തരും, ഞാൻ സ്പോർട്സ് പേഴ്സൺ. അപ്പൊ എ പേഴ്സൺ ഹു ഇസ് നോട്ട് എ ബോൺ അത്ലീറ്റ്, ജനിച്ചിട്ട്, അതായത് നമ്മളെ ജനിക്കുമ്പോ തന്നെ അത്ലീറ്റായിട്ട് നമ്മൾ ജനിക്കുന്നില്ല. പക്ഷേ അവർക്ക് പല ഗിഫ്റ്റും അവരുടെ ഹാർഡ് വർക്കാണ് അവരെ എത്തേണ്ടടുത്ത് എത്തിക്കുന്നത്. ഓക്കെ, പേഴ്സണാലിറ്റി ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരുത്തരുടെ വേർഡ് പേഴ്സണാലിറ്റി ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് പെർസോണ, which means mask used to actors to change their appearance. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി, ഡൈനാമിക് ടോട്ടാലിറ്റി സിസ്റ്റം, ഓരോരുത്തരുടെ ഓരോ പേഴ്സണാലിറ്റി. നോക്കോളൂ, ഞാൻ അബ്ദുൽ കലാമിന്റെ നോക്കോളൂ, 2 ഷർട്ട് 2 പാന്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു ചെരുപ്പ്, ഷൂ അല്ല. എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് ചണ്ഡീഗഡ് റെയിൽവേ സ്റ്റേഷനിൽ അയാൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. നീല ഷർട്ട്, അതേമാതിരി മുടി മുഴുവൻ, മുഖം മുഴുവൻ. പ്രസിഡന്റ് ആയതിന്റെ ശേഷമാണ് ഇങ്ങോട്ടാക്കി.
പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചു എന്താണ് പേഴ്സണാലിറ്റി എന്ന്. സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്. അയാൾ എഴുതിയ ബുക്കുകൾ ഒന്ന് വായിച്ചാൽ സ്റ്റാർട്ട് ചെയ്ത എൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. എല്ലാ ബുക്കും ഞാൻ അങ്ങനെ വായിച്ചു. സിമ്പിൾ ഇംഗ്ലീഷ്. നിങ്ങളുടെ അതായത് രോമം നിൽക്കും. അത്തരത്തിലുള്ള പ്രചോദനം നൽകുന്ന നമ്മുടെ ഏറ്റവും വലിയ പെട്രിയോട്ടിക് ആണ് ഡോക്ടർ അബ്ദുൽ കലാം, ഭാരതരത്ന. മരണം വരെ രാജ്യത്തിന് വേണ്ടി ജീവൻ. അവസാനം ലെക്ചർ ടൈമിലാണ് ഷില്ലോങ്ങിൽ മരിച്ചത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടും പ്രസിഡന്റിന് ശേഷവും. ഇനി പേഴ്സണാലിറ്റിയുടെ ഒന്നും കൂടി ഞാൻ പറയാം കേട്ടോ. ബാക്കിയൊന്നും പറയുന്നില്ല, കാരണം പിന്നെ രാഷ്ട്രീയ പരിപാടി. അയാളെ രാഷ്ട്രപതി ഭവനിൽ ചെന്നപ്പോ ഒരാള് നീ എന്താ ജോലി ചെയ്യണ ചോദിച്ചു. ചോദിച്ചപ്പോ ഇതാണ് പേഴ്സണാലിറ്റി. ഞാനൊരു ഉദാഹരണം പറഞ്ഞ, അതേമാതിരി എത്രയോ പേഴ്സണാലിറ്റീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ വിചാരിക്കരുത് ഒരാളുടെ പേര് മാത്രം പറയണമെന്ന്. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്. അപ്പൊ നീ എന്താ ജോലി ചെയ്യണമെന്ന് ചോദിച്ചപ്പോ ഞാൻ പ്രസിഡന്റിന്റെ ഷൂ പോളിഷ് ചെയ്യണമെന്ന്. അതാണ് എന്റെ ജോലി. പ്രസിഡന്റിന്റെ ഷൂ പോളിഷ് ചെയ്യുന്ന ഒരാളാ. അപ്പോ ഒരു കാര്യം, എന്നെ ഡിസ്മിസ് ചെയ്തു തരണം എന്ന് പറഞ്ഞു ഇയാള്. അപ്പൊ സർ, ഇതുവരെ ഞാനിവിടെ ജോലി ചെയ്യുന്ന രാഷ്ട്രപതി ഭവനില്. എന്നെ പിരിച്ചുവിടരുത് സാറേ. എന്നെ പിരിച്ചുവിടുന്നില്ല. ഈ പോസ്റ്റ് ഒന്ന് പിരിച്ചുവിടണു. നീ ഇനി ആ ഗാർഡന്റെ, നമ്മളുണ്ടല്ലോ മുഗൾ ഗാർഡൻസിന്റെ ഇതിന്റെയൊക്കെ നിങ്ങളെ കംപ്ലീറ്റ് ഒരു സൂപ്പർവൈസറായിട്ട് നിങ്ങൾക്ക് എന്നെ ഞാൻ അപ്പോയിന്റ് ചെയ്ത് തരണം. അപ്പൊ ഒരു വാക്ക് പറഞ്ഞു അയാള് അവനോട്, ഡോണ്ട് വറി, യുവർ ജോബ് ഈസ് പെർമനന്റ്. നിന്റെ ജോബ് പെർമനന്റ്. നീ ഇപ്പൊ ഷൂ പോളിഷ് ആയാലും ശരി, നമ്മളെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന നിന്റെ ജോബ് പെർമനന്റ് ആണ്. അത് അവൻ ഓർത്തില്ല ഈ പറഞ്ഞതിന്റെ വാക്കിന്റെ അർത്ഥം. നിന്റെ ജോബ് പെർമനന്റ് ആണ്. പക്ഷെ പ്രസിഡന്റിന് 5 കൊല്ലമേ ഉള്ളൂ. 5 കൊല്ലം കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവൻ വെക്കേറ്റ് ചെയ്യണം. അപ്പോ അദ്ദേഹം പോകുന്ന സമയത്ത് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്രീഫ് കേസാണ്. ഒന്ന് ഓർത്തോളൂ. ബാക്കിയുള്ള കഥ ഞാൻ പറയുന്നില്ലേ, എനിക്ക് പറയാൻ പറ്റും, പക്ഷേ ഇത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല. ഇത് കാരണം ത്രൂഔട്ട് ഇന്ത്യ ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല. നല്ലത് മാത്രമേ പറയൂ. പക്ഷേ അതിനു മുമ്പേ മറ്റുള്ളവരുടെ ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലേ. മറ്റുള്ളവർ മോശമായിട്ടല്ല ഞാൻ പറയുന്നത്, ആരെയും മോശമാക്കല്ല. പക്ഷെ ഇദ്ദേഹം ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പേപ്പറിൽ ഇതെല്ലാം പ്രിന്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ആർക്കും പുസ്തകം വായിക്കല്ലോ. പിന്നെ ആ ഷൂ അതില്ലേ, നമ്മുടെ ബ്രീഫ് കേസ് ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആരോട്? നമ്മുടെ ഗാർഡനിൽ ജോലി ചെയ്യുന്ന സൂപ്പർവൈസർ. ഒന്ന് തുടച്ചു തരും ഇതൊന്ന്. അപ്പൊ എന്താ സാർ ഇത് തുടക്കണതിലൊന്നും ഇല്ലല്ലോ. അപ്പൊ പറഞ്ഞു, രാഷ്ട്രപതി ഭവന്റെ ഒരു പൊടി പോലും ഞാൻ പുറത്തേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇവിടത്തെ പൊടി ഇവിടെ തന്നെ. എങ്ങനെയുണ്ട്? അപ്പോ എന്നിട്ട് ഇവനോട് ചോദിച്ചു, ഞാൻ 5 വർഷം മുമ്പ് എന്നോട് പറഞ്ഞില്ലേ നിന്റെ ജോബ് പെർമനന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ ജോബ് പെർമനന്റ് അല്ല, ഇതാ ഞാൻ പോടോ. എങ്ങനെയുണ്ട്? അതാണ് ഓരോരുത്തർ പേഴ്സണാലിറ്റി. വളരെ ഹംബിൾ വേ, സിമ്പിൾ വേ, എത്രയോ പ്രാവശ്യം കാണാനുള്ള സാഹചര്യം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉദാഹരണം ഒന്നും കൂടി ഞാൻ പറയാം. വിദ്യാർത്ഥികൾ ആരാണോ ഹു ഈസ് യുവർ റോൾ മോഡൽ എന്ന് പറഞ്ഞ അനവധി ഇന്റർവ്യൂ ചെയ്ത ആളാണ് ഞാൻ. കുട്ടികൾ പറഞ്ഞാൽ അങ്ങനെ ചിലർ പറയും അബ്ദുൽ കലാം മറ്റേത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ചോദിച്ചാൽ മേപ്പിട്ട് നോക്കുന്നു, പറയാൻ പോലും അവർക്ക് ആളുകളെ കാണുന്നില്ല. മനസ്സിലായോ? അതിന്റെ അർത്ഥം മറ്റുള്ളവരില്ല എന്നല്ല അർത്ഥം. അതാണ് പേഴ്സണാലിറ്റി. അങ്ങനെ പലരും ഉണ്ട് കേട്ടോ, ഒരാളല്ല. വിചാരിക്കരുതേ ഞാൻ അബ്ദുൽ കലാം മാത്രം, അതേമാതിരി എത്രയോ ആളുകളുണ്ട്. എനിവേ, ഓരോരോ പേഴ്സണാലിറ്റി പറ്റിയിട്ടാണ്. ഡിറ്റർമിനന്റ്, അതായത് എക്സ്ട്രാവേർഷൻ, അതായത് ചിലവരെ പബ്ലിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വർത്താനം പറയുന്നതായിരിക്കും, ചിലവർ എമോഷണൽ ആയിരിക്കും, ചിലവരെ എല്ലാം സമ്മതിക്കുന്നവരായിരിക്കും, ചിലവരെ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുന്നതായിരിക്കും, ചിലർ ഓപ്പൺ ആയിട്ട് പറയുന്നവർ. പക്ഷേ ഇവര് പട്ടാളത്തിലോ പോലീസിലോ ജോലി ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചിലത് സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, ആർമിയിലൊക്കെ. പിന്നെ എമോഷണൽ ആയിട്ട് നമ്മൾ ശരിയല്ല, പക്ഷെ സ്റ്റെബിലിറ്റി വേണം. എക്സ്ട്രോവേർഷൻ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എന്താ പറയണ്ടേ, തുറന്ന് സംസാരിക്കുക, എല്ലാം മിങ്കിൾ ചെയ്തിട്ട് എല്ലാവരോടും. ഇവിടെ എന്താ പറയുന്നത് വെച്ചാ, Mere Briggs type indicate that was developed by Isabel Briggs Myers and her mother, Mathurin Cook. Help people understand, appreciate each other's personality, thereby increase protect. അതായത് ഓരോ പേഴ്സണാലിറ്റി നമ്മൾ തിരിച്ചറിയുക,
എന്നിട്ട് അത് പ്രവർത്തിക്കുക, പ്രൊഡക്ടിവിറ്റി കൂട്ടുക. ഓരോരുത്തർ തിരിച്ചറിയണം, കാരണം വെവ്വേറെയാണ് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി. അതിനെ പറ്റിയാണ്. അപ്പോൾ എക്സ്ട്രാവേർട്ട് ഉണ്ട്, ഇൻട്രോവേർട്ട് ഉണ്ട്, അതായത് തുറന്നു സംസാരിക്കുന്നത്, മറ്റുള്ളവരുണ്ട്, ചിലവർ ഇൻട്രോവേർട്ട് ഉണ്ട്, സംസാരിക്കൂല, അതായത് അന്തർമുഖ പറഞ്ഞ അവബോധം, ഓക്കെ, തിങ്കിങ്, അങ്ങനത്തെ ചിലവരെ, ഫീലിംഗ് അങ്ങനെയുണ്ട്, പെർസീവിങ്, അത് ജഡ്ജിങ്. അപ്പൊ ഇതൊക്കെ ഓരോരുത്തരുടെ പദ്ധതിയാണ്. എ പ്രിഫറൻസ് ഇസ് വാട്ട് വൺ ലൈക്സ്. എ പ്രിഫറൻസ് ഇസ് നോട്ട് വാട്ട് യു ആക്ച്വലി ഡു, ബട്ട് വാട്ട് യു വാണ്ട് ടു ഡു. നോക്കൂ, എ പ്രിഫറൻസ് ഇസ് വാട്ട് വൺ ലൈക്സ്. അപ്പൊ അതാണ് ഇത്. പിന്നെ പെർസെപ്ഷൻ, നമ്മുടെ ഓരോരോ വീക്ഷണം. ഒന്ന്, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്. ഫാക്ടേഴ്സ്, ആറ്റിറ്റ്യൂഡ്, മോട്ടീവ്സ്, ഇൻട്രസ്റ്റ്, എക്സ്പീരിയൻസ്, എക്സ്പെക്ടേഷൻ, ഫാക്ടേഴ്സ് ഇൻ ടാർഗറ്റ്. നമ്മൾ എങ്ങനെയാണ് ഓരോന്ന് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ ഉണ്ടല്ലേ, ആറ്റിറ്റ്യൂഡ് കൊണ്ടൊക്കെ അല്ലേ നല്ല വിധത്തിൽ നമുക്ക് അവിടെ എത്തണം, ഇവിടെ എത്തണം, ഓരോ പ്രതീക്ഷകളും അതൊക്കെ അല്ലേ എക്സ്പെക്ടേഷൻ. ടാർഗറ്റ്, നോവൽറ്റി, മോഷൻ, സൗണ്ട്, സൈസ്, ബാക്ക്ഗ്രൗണ്ട്, പ്രോക്സിമിറ്റി, സിമിലാരിറ്റി, ഇതൊക്കെയാണ്. ഇത് നിങ്ങൾ വായിച്ചാൽ മതി, സിമ്പിളാണ്. ഫാക്ടേഴ്സ് ഇൻ ദ സിറ്റുവേഷൻ, ടൈമിൽ എന്താണ്, ഓരോ ടൈം അനുസരിച്ച് 5 മണിക്ക് വണ്ടി പിടിക്കണം പറഞ്ഞാൽ നിങ്ങൾ 6 മണിക്ക് എത്തി വണ്ടി കിട്ടുമോ? അപ്പൊ ടൈം അനുസരിച്ച് പ്രവർത്തനം. സിറ്റുവേഷൻ, വർക്ക് സെറ്റിംഗ്, അഡ്ഹറൻസ്, സോഷ്യൽ സെറ്റിംഗ്, പ്രോസസ് ഓഫ് പ്രൊസഷൻ, സ്റ്റിമുലസ്, ഓരോരോ നമുക്കുള്ള ഉത്തേജനം, രജിസ്ട്രേഷൻ, നമ്മൾ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഇന്റർപ്രിട്ടേഷൻ, അത് റിപ്പീറ്റഡ്, ഫീഡ്ബാക്ക്, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിച്ചതിന്റെ ഫീഡ്ബാക്ക്, റിയാക്ഷൻ, ഇതൊക്കെയാണ്. ഫോളോയിങ് ആർ സം ഓഫ് ദ എറേഴ്സ് ദാറ്റ്. ചില സമയത്ത് ചിലപ്പോൾ തെറ്റുകൾ, നമ്മുടെ വീക്ഷണം എന്ത് വീക്ഷിക്കും, തെറ്റ് വരും. ചിലപ്പോൾ സെലക്ട് കോൺട്രാ എഫക്റ്റ് ഉണ്ട്, വിവിധമായിട്ട്. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി ഉണ്ട്, സ്റ്റീരിയോ ടൈപ്പിംഗ് അതേ പ്രകാരം ഉണ്ട്. അപ്പൊ വിത്ത് റെഫറൻസ് ടു പെർസെപ്ഷൻ, സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ദി എംപ്ലോയി പെർസീവ് ഫ്രം their വർക്ക് സിറ്റുവേഷൻ influence their efficiency. Therefore, to influence productivity, it is essential to managers assess ഹൗ വർക്ക്, അതായത് നമ്മുടെ വർക്കർമാര് എങ്ങനെയാണ് ജോബിനെ കാണുന്നത്. ഫാക്ടറി, ആബ്സെന്റിസം ഇത് പാടില്ല കൂടുതല്, ടേൺ ഓവർ, അതായത് ലേബർ ടേൺ ഓവർ, ആളുകൾ രാജിവെച്ച് പോവുക, ഇതൊക്കെ ബുദ്ധിമുട്ടാണ്, അത് അഫക്ട് ചെയ്യും പ്രൊഡക്ഷനെ. അപ്പൊ എന്തുകൊണ്ട് പോകുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുക. വേരിയബിൾസ്, ദസ് ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് പെർസെപ്ഷൻ. ഓരോരുത്തരുടെ വീക്ഷണം എന്തുകൊണ്ട് പോകുന്നു, അവരുടെ എനിക്കിതിൽ വളരാം എന്ന് പ്രതീക്ഷിച്ച് ചിലപ്പോൾ വളരാൻ പറ്റാതെ വരും, ചിലപ്പോൾ സാലറി കിട്ടുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഇൻക്രിമെന്റ് കിട്ടുന്നില്ല, അതൊക്കെ ഡിസിഷൻ മേക്കിങ്ങിൽ അഫക്ട് ചെയ്യുന്നു. അപ്പോ ഇവിടെ പറയുന്ന വേറൊരു ഇതും കൂടി ഉണ്ട്. ദി those individuals who perceive their job as negative. ചിലവർ വിചാരിക്കും എപ്പോഴും നെഗറ്റീവ് ആയിട്ട്, ചിലർ പോസിറ്റീവ് ആയിട്ട്, ചിലവർ ആബ്സെന്റിസം വരെയില്ല, അങ്ങനെ വീട്ടിലിരിക്കും. ഫ്രീക്വന്റ് ടേൺ ഓവർ, ചിലർ അനവധി ആളുകൾ രാജിവെച്ച് പോവുക. ചിലപ്പോൾ ലെസ് ജോബിൽ സാറ്റിസ്ഫൈഡേ അല്ല. അതെന്താണെന്ന് വെച്ചാൽ വർക്ക് എൻവയോൺമെന്റ് ആണ് കേട്ടോ. ചിലപ്പോൾ ഹരസ്മെന്റ്, അതേമാതിരി ഓട്ടോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് ഫംഗ്ഷൻ, ബോസിന്റെ കിറിവിളികള്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ചിലർ ജോലിക്ക് പോകാൻ തന്നെ തയ്യാറുണ്ടാവില്ല. അപ്പൊ നമ്മുടെ അത് ഈഗോ പ്രോബ്ലം ഉള്ളല്ലോ നമുക്കും. അപ്പൊ അത് നമ്മൾ എംപ്ലോയി പേഴ്സണലി പെർസീവ് വർക്ക്, എപ്പോഴും നല്ല വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ല ആനുകൂല്യങ്ങള്, മോണിറ്ററി, നോൺ മോണിറ്ററി ഇൻസെന്റീവ്, നല്ല സൂപ്പർവൈസേഴ്സ്, നല്ല വർക്കേഴ്സ്, നോളജബിൾ വർക്കേഴ്സ്, നല്ല എൻവയോൺമെന്റ് ഉണ്ടെങ്കിലേ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. Thus it can be stated that perception does influence. അപ്പൊ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങില് എന്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ അച്ചീവ്മെന്റും, നമ്മുടെ വീക്ഷണം. ഓക്കെ, ആ ഓർഗനൈസേഷനും അങ്ങനെ. അപ്പൊ നമ്മുടെ ഓരോരുത്തരും കൂടി എല്ലാം കൂടി ഉള്ള കഠിന പ്രയത്നമാണ് ഓർഗനൈസേഷന്റെ സക്സസ്. നോ കൺക്ലൂഷൻ. ഓർഗനൈസേഷണൽ ബിഹേവിയർ ഈസ് ദ സ്റ്റഡി ഓഫ് ബോത്ത് ഗ്രൂപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ പെർഫോമൻസ്. അതായത് ഗ്രൂപ്പിന്റെയും ഇൻഡിവിജ്വൽ പെർഫോമൻസ്. നമുക്ക് IT-ലൊക്കെ ഓരോ ഗ്രൂപ്പാണ്, ഇൻസെന്റീവ് എല്ലാവർക്കും ഒരുമിച്ച് കിട്ടില്ല, ഒരേമാതിരി കിട്ടില്ല. ഈ ഗ്രൂപ്പ് പെർഫോമൻസ് ആര് പെർഫോം ചെയ്തു അവർക്ക് കൂടുതൽ കിട്ടും. അപ്പൊ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഉണ്ട്, ഗ്രൂപ്പ് പെർഫോമൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വൽ ബിഹേവിയർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഹൗ എൻ ഇൻഡിവിജ്വൽ ബിഹേവ്സ് അറ്റ് വർക്ക്. എങ്ങനെ വർക്കിൽ ബിഹേവ് ചെയ്യുന്ന ബയോളജിക്കൽ ഫാക്ടേഴ്സ്, എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് ആൻഡ് പേഴ്സണാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഫർദർ ഇൻഡിവിജ്വൽ ബിഹേവിയർ അഫക്ട്സ് എൻ ഓർഗനൈസേഷൻ. പിന്നെ നിങ്ങൾ നന്നായി ബിഹേവ് ചെയ്തെങ്കിൽ ഓർഗനൈസേഷൻ സഫർ ചെയ്യും. എന്നും സ്ട്രൈക്ക് അതേമാതിരി പ്രശ്നം വരില്ലേ? സോ ടു എ വെരി ലാർജ് എക്സ്റ്റെന്റ് ഇന്ന് അൺസർട്ടനിറ്റി പലതും ഉണ്ട്, അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. Now, hence, the study of individual behavior
In addition to having academic importance, have greater practical. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഓരോരുത്തർക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം. അപ്പൊ അക്കാഡമിക് ആയിട്ടും നമ്മളെ നോക്കണം, പ്രൊഫഷണൽ ആയിട്ടും നമ്മളെ നോക്കി നമ്മളെ എല്ലാം നല്ല കാര്യം എന്താണ് എംപ്ലോയീസിനെ, വി ഹാവ് ടു മേക്ക് എംപ്ലോയീസ് happy, then only they will contribute more, and the productivity of the നമ്മുടെ individual also, they will also make progress in the company along with the company. Okay, thank you very much. Bye.